Hi everyone, very good evening. Hello, good evening everyone. Good evening, sir. Good evening, and welcome back to the session, everyone. So I hope you have attended the SBA doubt clearing session. So അപ്പോൾ നമ്മുടെ ഇനിയുള്ള ഈ ഒരു പർട്ടിക്കുലർ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഡേ ട്രിപ്ലൈഡ് റിവൈസ് ചെയ്ത ഏരിയാസിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്. ലാസ്റ്റ് ഡേ നമ്മൾ മാറ്റേഴ്സ് ടു ബി കൺസേൺഡ് ഏരിയയും ക്രിട്ടിക്കൽ അപ്രൈസിംഗ് ഏരിയയും അഡ്വർടൈസിംഗിന്റെ ഏരിയയും ഇതുപോലുള്ള ഏരിയാസ് ആയിരുന്നു പഠിച്ചിരുന്നത്. We have also revised the theories in relation to the audit fee as well as relating to the other areas as well. So അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സെഷൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞ ഏരിയാസ് ഏതൊക്കെയായിരുന്നു അതിന്റെ ബാലൻസ് ആണ്. വെൽ ബിഫോർ ദാറ്റ് നമുക്കിപ്പോൾ പഠിച്ച ഏരിയാസിന്റെ പ്രോഗ്രസ് ഒന്ന് ആദ്യമേ ചെക്ക് ചെയ്യാം. സോ നമ്മളിപ്പം ഓൾറെഡി കവർ ചെയ്ത ഏരിയാസ് എന്ന് പറയുന്ന സമയത്ത് വി ഹാവ് ഓൾറെഡി ഗോൺ ത്രൂ ദ ഏരിയാസ് ഓഫ് 50 മാർക്സ് ക്വസ്റ്റ്യൻസ്. അവിടെ നമ്മൾ ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഏരിയക്കകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു അല്ലേ. Then business risk and risk of material misstatements ചെയ്തിരുന്നു. Risk of material misstatements with analytical procedures ചെയ്തു. Further action, discussion with the management, audit evidence, further procedure ചെയ്തു. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ അപ്രൈസൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു. ആൻഡ് അഡ്വർടൈസ്മെന്റിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത്രയും കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് ഡേ നമ്മൾ ചെയ്തിരുന്നത്. ആൻഡ് നൗ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യാൻ പോകുന്നത് now we are going to do some questions on the basis of tendering. Tendering എന്ന് പറയുന്ന ഏരിയക്കകത്ത് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ബട്ട് ടെൻഡറിംഗ് എന്ന് പറയുന്ന ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. ടെൻഡറിംഗ് എന്ന് പറയുന്ന ഏരിയ വിത്ത് റിഗാർഡിംഗ് ദാറ്റ് നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ള ആദ്യമേ നോക്കാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ബേസിക്കലി ഓഡിറ്റ് പ്രൊപ്പോസൽ അല്ലെങ്കിൽ ടെൻഡറിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു മക്കളെ ഓഡിറ്റ് പ്രൊപ്പോസൽ അല്ലെങ്കിൽ ടെൻഡർ എന്ന് പറയാം? ആർക്ക് കൊടുക്കുന്നതാണ്? ഓഡിറ്റർ ഒരു കമ്പനിക്ക് കൊടുക്കുന്നതാണ് എന്ത് ഓഡിറ്റ് പ്രൊപ്പോസൽ അല്ലെങ്കിൽ ടെൻഡർ എന്ന് പറയാം. സോ ബേസിക്കലി ഒരു ടെൻഡർ ഡോക്യുമെന്റ് അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് നമ്മുടെ അടുത്ത് ലിറ്ററലി എക്സാമിനർ ചോദിക്കും നമ്മൾ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് ഒരു ടെൻഡർ ഡോക്യുമെന്റിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ടെൻഡർ ഡോക്യുമെന്റിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളോട് നോർമലി ടെൻഡർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറയാറില്ല, പകരം എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് സജഷൻ ആണ് ചോദിക്കാറ്. സോ ടെൻഡറിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഓരോന്ന് നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് എന്ത് കാരണം കൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ലിറ്ററലി ഓരോ ടെൻഡർ ഡോക്യുമെന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയണം. എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, എന്തിനു വേണ്ടിയിട്ട്. സോ വാട്ട് ഹാവ് ടു ബി ഇൻക്ലൂഡഡ്, വൈ എന്നുള്ള കാര്യം പറയണം. സോ നോർമലി ഒരു ടെൻഡർ ഡോക്യുമെന്റിന്റെ അകത്ത് എപ്പോഴും നമ്മൾ ഏറ്റവും ആദ്യമേ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി അബൌട്ട് ദ ഔട്ട്ലൈൻ ഓഫ് ദി ഫേം. ഒരു ഓഡിറ്റ് ഫേമിന്റെ ഔട്ട്ലൈനിനെ പറ്റിയിട്ടായിരിക്കും നമ്മളൊരു ടെൻഡർ ഡോക്യുമെന്റിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓഡിറ്റ് ഫേമിന്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളോട് സിനാരിയോയ്ക്കകത്ത് നമ്മളോട് പ്രോപ്പർലി പറഞ്ഞിട്ടുണ്ടാവും ഓഡിറ്റ് ഫേമിനെ കുറിച്ച്. അപ്പൊ സിനാരിയോയ്ക്കകത്ത് ഓഡിറ്റ് ഫേമിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് അത് ഓരോന്നും പിക്ക് ചെയ്യുക. ആൻഡ് ആ കാര്യങ്ങൾ വേണം നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ. സോ മെയിൻലി അതിനുള്ള റീസൺ എന്തായിരിക്കും, നമ്മളൊരു പ്രൊപ്പോസൽ കൊടുക്കുന്ന സമയത്ത് ക്ലയന്റ് ഈ ഒരു പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ വില്ലിങ് ആവണം. അപ്പോൾ ക്ലയന്റ് പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ വില്ലിങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ റിക്വയർമെന്റ്സ് ഓഫ് ദി ക്ലയന്റ് എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. സോ ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്ന സമയത്ത് ബേസിക് ആയിട്ട് നമുക്ക് പറയാം സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എന്തൊക്കെയാണോ ക്ലയന്റ് കമ്പനിയിൽ ഫോളോ ചെയ്യാനായിട്ടുള്ളത്. ക്ലയന്റ് കമ്പനി ഏത് കൺട്രിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ ഫോളോ ചെയ്യാനുള്ളത്, അത് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഓഡിറ്റിംഗ് പെർഫോം ചെയ്യുന്നുണ്ടാവുക, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ലീഗൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണോ റിക്വയർമെന്റ്സ് ഉള്ളത് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം, റെഗുലേറ്ററി റിക്വയർമെന്റ്സ്. ആൻഡ് മെയിൻലി ഫസ്റ്റ് ടൈം എങ്ങാനും ആണ് ക്ലയന്റിന്റെ ഓഡിറ്റ് എന്നുണ്ടെങ്കിൽ അവിടെ ക്ലയന്റിന് ആ റെഗുലേറ്ററി ഫ്രെയിംവർക്കിനെ കുറിച്ചോ ഓഡിറ്ററിന്റെ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡ്യൂട്ടീസിനെ കുറിച്ചോ ഒന്നും നോളജ് ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഓഡിറ്റ് അപ്രോച്ച്, ഇവിടെ നമ്മൾ പറയണം ഏത് അപ്രോച്ചിലാണ് നമ്മൾ ഓഡിറ്റ് പെർഫോം ചെയ്യാൻ പോകുന്നത്, എന്ത് ഓഡിറ്റ് മെത്തഡോളജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക, ISA പ്രകാരമാണോ നമ്മൾ ഓഡിറ്റ് പെർഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഓപ്പണിംഗ് ബാലൻസ് ടെസ്റ്റ് ചെയ്യുന്നത്, ഇതൊരു ഫസ്റ്റ് ഇയർ ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് ബേസ്ഡ് അപ്രോച്ചിലാണോ കൺട്രോൾ അപ്രോച്ചിലാണോ ഏത് അപ്രോച്ചിലാണോ ഓഡിറ്റ് പെർഫോം ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറയാം. ഇനി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഓഡിറ്ററും ദോസ് ചാർജ് വിത്ത് ഗവേണൻസും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓഡിറ്ററും മാനേജ്മെന്റും തമ്മിലോ ഓഡിറ്ററും ഓഡിറ്റ് കമ്മിറ്റിയും തമ്മിലോ ഒക്കെ ഓരോ ഡെഫിഷ്യൻസിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷന്റെ ഏരിയയിൽ പറയേണ്ടത്. ഡെഡ് ലൈൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നുണ്ടാവുക നമ്മളോട് എന്താണെന്ന് സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും ഓഡിറ്റ് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് ഡെഡ് ലൈൻ ക്ലയന്റ് തന്നിട്ടുണ്ട്, ആ ഡെഡ് ലൈനിന്റെ ബേസിസിൽ വർക്ക് ചെയ്യണം എന്നായിരിക്കും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ക്ലയന്റ് എന്തെങ്കിലും അൺറിയലിസ്റ്റിക് ഡെഡ് ലൈൻ നമുക്ക് തരുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇനി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡെഡ് ലൈൻ ആണ് തരുന്നെങ്കിൽ അത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊപ്പോസലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറയണം.
ഇനി കീ സ്റ്റാഫ് ആൻഡ് റിസോഴ്സസ്. നമ്മുടെ ഓഡിറ്റ് ഫേമിൽ എന്തൊക്കെയാണോ കീ സ്റ്റാഫ് ഉള്ളത്, ആ കീ സ്റ്റാഫിന് എന്തൊക്കെ തരത്തിലുള്ള എൻഗേജ്മെന്റ് ആണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ എബിലിറ്റീസിനെ കുറിച്ച് കൺവേ ചെയ്യണം. നമുക്ക് എന്തൊക്കെയാണ് ഈ എൻഗേജ്മെന്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ആ റിസോഴ്സസിനെ കുറിച്ച് പറയണം എന്ന് പറയാം. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? കാരണം നമുക്കറിയാം ഒരു ക്ലയന്റിന് അവരുടേതായ സ്പെസിഫിക് വർക്ക് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും വിത്തൗട്ട് റിസോഴ്സ് ആൻഡ് സ്റ്റാഫ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഇനി ഫീസിനെ കുറിച്ച് മെൻഷൻ ചെയ്യണം എന്ന് പറയാം. അതായത് ഫീസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഫീസ് ഗ്രേഡ് ഓഫ് സ്റ്റാഫിന്റെ ബേസിസിലാണോ അവർലി റേറ്റിലാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഒരു ഫിക്സഡ് എമൗണ്ട് ആണോ, അത് അവർ എപ്പോഴാണ് പേ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഇൻവോയ്സ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറയണം. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. നമ്മൾ എങ്ങനെയാണ് ക്വാളിറ്റി ഓഫ് ദി എൻഗേജ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എത്തിക്കൽ ആയിട്ടുള്ള രീതി നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും, അൺബയാസ്ഡ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഓഡിറ്റ് പെർഫോം ചെയ്യുന്നതൊക്കെ പറയാം. നോൺ ഓഡിറ്റ് അല്ലെങ്കിൽ അഷുറൻസ് റിലേറ്റഡ് സർവീസിനെ കുറിച്ച് പറയണം. എസ്പെഷ്യലി നിങ്ങളുടെ സിനാരിയോയ്ക്കകത്ത് നിങ്ങളോട് ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്തെങ്കിലും നോൺ ഓഡിറ്റ് അല്ലെങ്കിൽ അഷുറൻസ് സർവീസ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നോൺ ഓഡിറ്റ് അല്ലെങ്കിൽ അഷുറൻസ് സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് നോൺ ഓഡിറ്റ് അല്ലെങ്കിൽ അഷുറൻസ് സർവീസ് വിത്തൗട്ട് ഇൻകറിങ് എത്തിക്കൽ ഇഷ്യൂസ് അത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ പറയണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഒരു പ്രൊപ്പോസലിൽ അത് നോർമലി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു മക്കളെ? ഔട്ട്ലൈൻ ഓഫ് ദി ഫേം, പിന്നെ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? റിക്വയർമെന്റ്സ് ഓഫ് ദി ക്ലയന്റ് എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവണം. ഓഡിറ്റ് അപ്രോച്ച് എന്താന്നുള്ള കാര്യം പറയണം. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ നടത്തേണ്ടതെന്നുള്ള പറയണം. ഡെഡ് ലൈൻസ് ഓരോന്നും നമ്മൾ എങ്ങനെയാണ് മീറ്റ് ചെയ്യുക. കീ സ്റ്റാഫ് ആൻഡ് റിസോഴ്സസ് എന്തൊക്കെയാണുള്ളത്. ഫീസ് നമുക്ക് അക്സെപ്റ്റബിൾ ആണോ എന്ന് പറയണം. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് എത്തിക്കൽ റിലേറ്റഡ് ഇഷ്യൂസ് പറയണം. നോൺ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സർവീസസ് എന്തൊക്കെയാണെന്നുള്ളത് പറയണം. ക്ലിയർ ആയോ? ഓക്കെ. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ജനറൽ പോയിന്റ്സ് കൊണ്ടുപോയി എഴുതി വെക്കരുത്. എന്ന് വെച്ചാൽ ഈ സെയിം പോയിന്റ്സ് ബൈഹേർട്ട് ചെയ്ത് പഠിച്ച് എഴുതരുത്. യു വിൽ നോട്ട് ഗെറ്റ് എനി മാർക്സ് ഫോർ ദാറ്റ്. നിങ്ങൾ എപ്പോഴും ഓഡിറ്റ് പ്രൊപ്പോസൽ അല്ലെങ്കിൽ ടെൻഡറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കോണ്ടന്റ് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നതിന് പകരം സ്പെസിഫിക് ടു ദ സിനാരിയോ മാത്രമേ കാര്യങ്ങൾ എഴുതാവുള്ളൂ. വിച്ച് മീൻസ് ദാറ്റ് നിങ്ങൾ ഓരോ കാര്യങ്ങളും ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ സിനാരിയോയ്ക്കകത്ത് എന്താണോ പറഞ്ഞേക്കുന്നത് അത് പ്രോപ്പർലി വായിച്ച് മനസ്സിലാക്കി അത് ലിങ്ക് ചെയ്യാൻ നോക്കുക. അപ്പൊ ഞാനത് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മാർഗം പറഞ്ഞുതരാം, ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും നേരെ സിനാരിയോയിനെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കണ്ട. കാരണം അത് ഒരുപാട് ടൈം എടുക്കും. പകരം നിങ്ങൾ സിനാരിയോ പ്രോപ്പർലി വായിച്ചു നോക്കുക. എന്നിട്ട് ഈ സിനാരിയോയ്ക്കകത്ത് ഇവിടുന്ന് എന്തെങ്കിലും ലിങ്ക് ചെയ്യാനുണ്ടോ എന്ന് നോക്കുക. ഇത് ബെഞ്ച് മാർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ച ഈ ഇത്രയും പോയിന്റ്സ്, ഈ ബെഞ്ച് മാർക്ക് നമ്മുടെ സിനാരിയോയ്ക്കകത്ത് ഏത് പോയിന്റുമായിട്ടാണ് ലിങ്ക് ചെയ്ത് എഴുതാൻ പറ്റുന്നതെന്ന് കൺസിഡർ ചെയ്യുക. ആ രീതിയിൽ ആലോചിച്ചാൽ മതി. നമ്മളൊരു ക്വസ്റ്റ്യൻ ക്വിക്ലി ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർലി മനസ്സിലാവും. നമ്മൾ ഓൾറെഡി ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു വെസ്റ്റേൺ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ദെയർ ഇൻ അവർ ലേറ്റസ്റ്റ് റിവിഷൻ കിറ്റ് 2022 and 23 റിവിഷൻ കിറ്റ്. വെസ്റ്റേൺ ആൻഡ് കമ്പനി. ആ വെസ്റ്റേൺ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ എക്സിബിറ്റ് 1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യൂസിങ് എക്സിബിറ്റ് 1 അവർ ആക്ച്വലി നമ്മളോട് രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. Explain the specific matters to be included in the audit proposal other than relating to the audit fee. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഒരു ഓഡിറ്റ് പ്രൊപ്പോസലിനകത്ത് സ്പെസിഫിക് മാറ്റേഴ്സ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന്. സ്പെസിഫിക് മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവർ ഉദ്ദേശിക്കുക? റിലേറ്റിംഗ് ടു ദ ക്ലയന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നാണ് അവർ നമ്മളോട് ചോദിച്ചേക്കുന്നത്. അവിടെ ഫീസിനെ കുറിച്ച് ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് വൺ നമ്മളോട് സ്പെസിഫിക്കലി ചോദിക്കുകയാണ്, assuming that the Western and Company is appointed to provide audit services to Jones Company, discuss the issues to be considered by the audit firm in determining a fee for the audit, including ethical matters raised. നമ്മളോട് പറയാണ്, നമ്മൾ ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്തു എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് ഫീസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം? നമ്പർ 1. നമ്പർ 2, അവിടെ എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ആണ് സിനാരിയോയിലുള്ളത് ഫീസുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് ഈ സെക്കൻഡ് ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത്. അപ്പം ഓഡിറ്റ് ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം നമ്മളോട് ജനറൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2, ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂ ആണ് ഫീ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സ്പെസിഫിക് മാറ്റേഴ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഓഡിറ്റ് പ്രൊപ്പോസൽ ഉണ്ട്. 2, ഫീസ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഫാക്ടേഴ്സും അവിടെയുള്ള എത്തിക്കൽ ഇഷ്യൂസും ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, സോ എവരിവൺ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ദിസ് ഗൈസ്. അപ്പം വെസ്റ്റേൺ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റിന്റെ എക്സിബിറ്റ് നമ്പർ 1 ഒന്ന് സ്റ്റാർട്ട് ചെയ്ത മക്കളെ എല്ലാവരും വായിച്ചു നോക്കിയോ?
വായിച്ചു കഴിയുമ്പോൾ പറയണേ. ഓക്കെ ഫൈൻ. സോ നോക്കി എല്ലാവരും നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? The management of Jones company has invited Western and Company to submit an audit proposal for their consideration. Jones company was established only 2 years ago, but has grown rapidly, and this will be the first year that an audit is required. In the previous year, a limited assurance review was performed on its financial statements by an unrelated audit firm. Company specializes in recruitment of medical personnel. Some of its startup funding was raised from a venture capital company. There are plans for the company to open branches overseas to help recruit personnel from the foreign countries. Jones company has a full-time accountant who uses off-the-shelf accounting package to record transactions to prepare financial information. Company has a financial year ending 30th September 2015. The following comments was made by Bentley Jones, company's founder and owner manager, in relation to the audit proposal and potential audit fee. I'm looking for a firm of auditors who will give me a competitive audit fee. I'm hoping that the fee will be quite low, as I'm willing to pay more for the services that I consider more beneficial to the business, such as strategic advice. I would like the audit fee to be linked to the Jones company's success in expanding overseas as a result of the audit firm's advice. Hopefully, the audit will not be too disruptive. I would like it to be completed within 4 months of the year end. And നമ്മളോട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെസ്റ്റേൺ ആൻഡ് കമ്പനി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഒരു ബോഡിയാണ്. ആൻഡ് അവിടെ മൾട്ടിപ്പിൾ കൺട്രീസിൽ അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അവർ ഒരുപാട് തരത്തിലുള്ള ഓഡിറ്റ് സർവീസ് ഡിഫറെന്റ് ക്ലയന്റിന് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യവും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് കിട്ടിയ ഡേറ്റ എന്തായിരുന്നു? നമ്മളോട് പറഞ്ഞു ജോൺസ് കമ്പനി എന്ന് പറയുന്നത് 2 years ആയിട്ടുള്ള ഫോമായിട്ട് അവർ റാപ്പിഡ്ലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ആണ് അവർക്ക് ഓഡിറ്റ് വേണ്ടത്. ആൻഡ് പ്രീവിയസ് ഇയേഴ്സിൽ ലിമിറ്റഡ് അഷുറൻസ് റിവ്യൂ ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ മെഡിക്കൽ പേഴ്സന്റെ റിക്രൂട്ട്മെന്റ് ആണ് ചെയ്യുന്ന കമ്പനിയാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ ഫോറിൻ കൺട്രീസിലേക്ക് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദെൻ അവർ ഓഫ് ദി ഷെൽഫ് അക്കൗണ്ടിങ് പാക്കേജ് വെച്ചാണ് അവരുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർ ഓഡിറ്റ് ഫീസ് കുറഞ്ഞു കിട്ടും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അവർ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള സർവീസാണ് കൂടുതൽ പേ ചെയ്യാൻ വില്ലിങ് ആവുന്നത്. കമ്പനിയുടെ സക്സസിനെ ബേസ് ചെയ്ത് അവർക്ക് പേ ചെയ്യാനാണ് താല്പര്യം. ഓഡിറ്റ് ഒരുപാട് ഡിസ്ട്രിപ്റ്റീവ് ആവില്ല എന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 4 months ഓഫ് ദി ഇയർ എൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. പറയൂ, നമുക്കിവിടെ കിട്ടിയേക്കുന്ന ഡേറ്റ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞത് വെസ്റ്റേൺ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഫേം ഓഫ് സ്റ്റാൻഡേർഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസിന്റെ ബോഡിയാണ്. അതുപോലെ തന്നെ അവർ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് സർവീസസ് ഓഡിറ്റ് ക്ലയന്റിന് കൊടുക്കുന്നുണ്ട്. ഡിഫറെന്റ് ബ്രാഞ്ചസിൽ അവർക്ക് ഡിഫറെന്റ് കൺട്രിയിൽ ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഡേറ്റ നമുക്ക് എവിടെയായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുക? നമ്മുടെ ബെഞ്ച് മാർക്കിന്റെ അകത്ത് ഔട്ട്ലൈൻ ഓഫ് ദി ഓഡിറ്റ് ഫേമിന്റെ അകത്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ശരിയല്ലേ? കാരണം ഓഡിറ്റ് ഫേമിന്റെ ഔട്ട്ലൈൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓഡിറ്റ് ഫേമിന്റെ ഔട്ട്ലൈൻ്റെ അകത്താണ് നമ്മൾ എന്ത് പറയേണ്ടത്? നിങ്ങൾ പറയാ. ആദ്യം നിങ്ങളപ്പോ എന്താ പറയേണ്ടത്? വെസ്റ്റേൺ കമ്പനി ഷുഡ് ഇൻക്ലൂഡ് അബൌട്ട് ദ overview of the firm. They should first mention that they are members of international firm of chartered certified accountants and they have got branches in multiple countries and they used to offer different types of audit and assurance related services to the client companies. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും മെൻഷൻ ചെയ്യുന്നുണ്ട്? Why you are planning to mention that? Exactly. കാരണം അവർ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് അവർ റാപ്പിഡ്ലി ഗ്രോ ചെയ്യുന്ന കമ്പനിയാണ്. അവര് ഫോറിൻ കൺട്രിയിലേക്കും കൂടി ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻ കേസ് എങ്ങാനും ബ്രാഞ്ചസ് ഫോറിൻ കൺട്രിയിൽ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം കൺട്രി തന്നെ നമുക്ക് ഓഡിറ്റ് ഫേം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും സർവീസ് ഓഫർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറയാം. ക്ലിയർ ആയോ? നെക്സ്റ്റ് നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? അവരൊരു ഫസ്റ്റ് ടൈം ആണ് ഓഡിറ്റ് പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ എവിടെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? Audit requirements of our client. Yeah, requirements of the client നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ശരിയല്ലേ? കാരണം ഫസ്റ്റ് ടൈം ഓഡിറ്റ് പെർഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ റെഗുലേറ്ററി ഫ്രെയിംവർക്കിനെ കുറിച്ചും അതേപോലെ തന്നെ ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്ററിനെ കുറിച്ചും മാനേജ്മെന്റിനെ കുറിച്ചും മെൻഷൻ ചെയ്യണം എന്ന് പറയാം. ബിക്കോസ് ഫസ്റ്റ് ടൈം ക്ലയന്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിനെക്കുറിച്ച് ആഡിക്വേറ്റ് നോളജ് ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് അത് മെൻഷൻ ചെയ്യാൻ പറയാം. ശരിയല്ലേ? അതുപോലെ തന്നെ സെയിം ആസ് നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഓഡിറ്റ് അപ്രോച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയാം. കാരണം ഫസ്റ്റ് ഇയർ ഓഡിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? ഓപ്പണിംഗ് ബാലൻസിന് മേലെ ആയിരിക്കും. സോ ഓപ്പണിംഗ് ബാലൻസിന് അത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയാൻ നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും ഓഡിറ്റ് അപ്രോച്ച് മെൻഷൻ ചെയ്യാൻ പറയാം. പിന്നെ നമ്മുടെ അടുത്ത് അവർ എന്താ പറഞ്ഞേക്കുന്നത്?
കമ്പനിയുടെ ബിസിനസ് എന്താന്ന് പറഞ്ഞു? റിക്രൂട്ട്മെന്റ് ഓഫ് മെഡിക്കൽ പേഴ്സൺസ് നടത്തുന്നതാണ് കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവരുടെ കമ്പനി ഓഫ് ദി ഷെൽഫ് അക്കൗണ്ടിങ് പാക്കേജ് യൂസ് ചെയ്തിട്ടാണ് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എവിടെയായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുക? Key staff and resources. Yes, we can use it within the key staff and resources. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? Western companies should clearly mention about the resource availability within the audit proposal. They should clearly mention on whether they have got any specialized staff to perform audit of entities who are having business in relation to the recruitment of medical persons, and especially in case if we have got any specific software for the purpose of auditing the computer based softwares, then the auditor should also mention that within the audit proposal to attract the client. എന്നുള്ള കാര്യം നമുക്ക് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ നമ്മുടെ അടുത്ത് വേറെ അവർ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയായിരുന്നു? അവർ സ്ട്രാറ്റജിക് അഡ്വൈസ് സീക്ക് ചെയ്യുന്നുണ്ട്. അവർ കൂടുതൽ പേ ചെയ്യാൻ വില്ലിങ് ആവുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു? വേറെ ഓഡിറ്റ് അല്ലാതെ കമ്പനിക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള സർവീസസ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിനെക്കുറിച്ച് നമുക്ക് എവിടെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക? യെസ്, അഡീഷണൽ നോൺ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സർവീസസിന്റെ അവിടെ നമുക്ക് മെൻഷൻ ചെയ്യാം. ശരിയല്ലേ? അപ്പോൾ കമ്പനിക്ക് എന്തൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജിക് അഡ്വൈസ് അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ബിസിനസ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അറിയേണ്ടത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ സർവീസസ് ആണ് ഓഫർ ചെയ്യാൻ പറ്റുന്ന ആ സർവീസസിനെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ പറയാം. കാരണം എന്ത് ചെയ്യാൻ പറ്റും? ക്ലയന്റിന് അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് സർവീസ് വേണമെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ക്രിയേറ്റിംഗ് എത്തിക്കൽ ത്രെഡ് നമുക്ക് അത് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറയാം. ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ നമ്മളോട് അവർ പറഞ്ഞേക്കുന്നത് എന്താ? ഓഡിറ്റ് വിൽ നോട്ട് ബി ടു ഡിസ്ട്രിക്റ്റീവ് ആൻഡ് ഐ വുഡ് ലൈക്ക് ഇറ്റ് ടു ബി കംപ്ലീറ്റഡ് വിത്തിൻ 4 months ഓഫ് ദി ഇയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓഡിറ്റ് ഡിസ്ട്രിക്റ്റീവ് ആവില്ല എന്ന് പറഞ്ഞു, ആവരുതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് അത് എവിടെ ആയിരിക്കും മെൻഷൻ ചെയ്യാൻ പറ്റുക അതിനെ പറ്റിയിട്ട്? എത്തിക്സ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോളാണോ? Audit approach. ഡെഡ് ലൈനിന്റെ അകത്ത് നമുക്ക് പറയാം. ശരിയല്ലേ? ഡെഡ് ലൈനിന്റെ അകത്ത് നമുക്ക് എന്തിനെ കുറിച്ചാണ് പറയേണ്ടത്? ഡിസ്ക്രിപ്റ്റീവ് ആവില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചാണോ? 4 months ടൈമിൽ നമ്മളോട് ഓഡിറ്റ് പെർഫോം ചെയ്ത് കൊടുക്കാവോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന ഡെഡ് ലൈൻ അപ്രോപ്രിയേറ്റ് ആണോ അതോ അൺറിയലിസ്റ്റിക് ആണോ? അപ്രോപ്രിയേറ്റ് ആണ്. ബിക്കോസ് 4 months ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഡെഡ് ലൈൻ അവിടെ എന്ത് പറയാ? ദ ക്ലയന്റ് കമ്പനി ഹാവ് റിക്വസ്റ്റഡ് ദ ഓഡിറ്റർ ടു complete the audit within a span of 4 months. Therefore, since it's a reasonable time period for the purpose of performing the audit, the Western company should mention about the fact that they will be able to complete the audit within the stipulated time period, and they will be able to provide audit report right after the 4-month period. അത് നമ്മൾ പറയാം. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഓഡിറ്റ് ഡിസ്ക്രിപ്റ്റീവ് ആവരുതെന്ന് പറഞ്ഞ് നമുക്ക് എവിടെയായിരിക്കും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക? Audit approach. ഓഡിറ്റ് അപ്രോച്ചിന്റെ അത് നമുക്ക് പറയാം. ഓഡിറ്റ് അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ക്ലിയർലി മെൻഷൻ ചെയ്യണം. ഓഡിറ്റ് ഡിസ്ട്രിക്റ്റീവ് ആവരുത് എന്ന് ക്ലയന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുക, ക്ലയന്റിന്റെ ഓപ്പറേഷൻസ് എങ്ങനെ അൺഅഫക്റ്റഡ് ആവാതെ കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്യാന്ന് പറയാം. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ സിനാരിയോയും മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ്, അതായത് ഓഡിറ്റ് പ്രൊപ്പോസലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട മാറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് പറയാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? പ്രൊപ്പോസലിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ പിക്ചർ ക്രിയേറ്റ് ചെയ്യുക, അതും ഇതും കൂടെ ലിങ്ക് ചെയ്യുക. എഴുതുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? സിനാരിയോ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചേക്കുന്നത് എന്താണോ അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ എഴുതുക. ഇസ് എ ക്ലിയർ എവരിവൺ? Yes, sir. ഇനി അപ്പൊ ഈ കേസിൽ എങ്ങനെ എഴുതാവുള്ളൂ കേട്ടോ. ഒരു കാരണവശാലും ഡയറക്ട്ലി കൊണ്ട് പോയിന്റ്സ് മാത്രം എഴുതരുത്. യു വിൽ നോട്ട് ഗെറ്റ് എനി മാർക്സ് ഫോർ ദാറ്റ്. എപ്പോഴും ലിങ്ക് ചെയ്ത് തന്നെ എഴുതുക. സിനാരിയോ ബേസ്ഡ് ആയിട്ട് തന്നെ എഴുതാവുള്ളൂ. അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, വെസ്റ്റേൺ കമ്പനിയുടെ ഓഡിറ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫീസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഫീസ് എത്ര വേണം എന്ന് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഗൈസ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് വി നീഡ് ടു കൺസിഡർ ബിഫോർ ഡിറ്റർമൈനിങ് ദ ഓഡിറ്റ് ഫീ? എന്തൊക്കെയായിരുന്നു? Seniority of the person engaged in the seniority of the person performing the work. ആദ്യം എന്ത് പറയാം? Cost of the. ആദ്യമേ നിങ്ങൾ പറയണം, first of all the auditor should consider the cost of providing the service. And whenever they charge the fees, it should be appropriate to cover the cost incurred for the purpose of performing the audit. ഇനി എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത് പറയാം? ഏതൊക്കെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്? Importance of the work, Importance of the work, urgency, degree of risk and responsibilities. Yeah, degree of risk and responsibility. പിന്നെ time spent by each person, seniority of the persons involved in the work, indirect expenses കൺസിഡർ ചെയ്യാം, അല്ലെ ഓവർഹെഡ് എക്സ്പെൻസസ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? വീണ്ടും urgency of the work to the client നമുക്ക് പറയാം. യൂസ് ഓഫ് ഓഡിറ്റ് എക്സ്പേർട്സ് നമുക്ക് പറയാം. ഇങ്ങനെയുള്ള എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ട് ഫീസ് ഡിറ്റർമൈൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം. ക്ലിയർ? ഓക്കെ.
ഇനി നിങ്ങളോട് അവിടെ എന്തൊക്കെയാണ് എത്തിക്കൽ ഇഷ്യൂസ് ഉള്ളതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞാണ് എത്തിക്കൽ ഇഷ്യൂസ് എപ്പോഴും ഐഡന്റിഫൈ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, റിലേറ്റഡ് ത്രെട്ട് എന്താണെന്ന് പറയാം. എന്തൊക്കെയാണ്? Yeah, they have asked you to perform the audit as a very low fee. അപ്പം what happens in case if you perform the audit at a very low fee? എന്തായിരിക്കും ഓഡിറ്റിന്റെ കേസ് നമുക്ക് പറയാം, ശരിയല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാം the auditor have requested, sorry, the client company have requested the auditor to perform the audit at a very low audit fee. Therefore, there can be chances that in case if the auditor have reduced the quality of the audit in proportionate to the fees reduced, there can be chances of giving ethical threat to objectivity. ഏത് threat ആയിരിക്കും? സെൽഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി വേറെ നമുക്ക് അവിടെ എന്തായിരിക്കും പറയാൻ പറ്റുന്നുണ്ടാവുക? അവിടെ നിങ്ങൾ ക്ലിയർലി പറയാം. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഫീസ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഫീസ് കോട്ട് ചെയ്യരുത്. ലോ ഫീസ് കോട്ട് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ കൺസിഡർ ചെയ്യണം ആ ഫീസ് വെച്ച് ഓഡിറ്റിനകത്ത് ഇൻകർ ആവുന്ന എക്സ്പെൻസ് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഫീസ് അഡ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം. ഇനി രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? ഫീസ് ഇൻഡസ്ട്രി സോറി, സ്ട്രാറ്റജിക് അഡ്വൈസിനുള്ള ഫീസ്. ഇത് എത്തിക്കൽ ഇഷ്യൂ അല്ല, ഫീസ് കൺസിഡർ ചെയ്യാനുള്ള പോയിന്റ്സ് പറഞ്ഞു. അല്ല, അത് കഴിഞ്ഞു. എത്തിക്കൽ ഇഷ്യൂ മാത്രം പറഞ്ഞാൽ മതി. എത്തിക്കൽ ഇഷ്യൂ പറഞ്ഞാൽ മതി. സെൽഫ് റിവ്യൂ ഇല്ല, ഇവിടെ ഫീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എത്തിക്കൽ ത്രെട്ട് മാത്രം. വേറെ ഏതാ? യെസ്, ഇറ്റ്സ് ലിങ്ക്ഡ് ടു ദി സക്സസ് ഓഫ് ദി കമ്പനി അല്ലേ? ഓഡിറ്റ് ഫീ ജോൺസ് കമ്പനിയുടെ സക്സസിന്റെ ബേസിസിൽ ലിങ്ക് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അവർ ഓവർസീസിൽ എത്രത്തോളം എക്സ്പാൻഡഡ് ആവുന്നു അതിന്റെ ബേസിസിൽ ഫീസ് തരാം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? അതെന്തായിരിക്കും കണ്ടിജന്റ് ഫീസ് ആണത്, ശരിയല്ലേ? സോ ഓഡിറ്റ് ഫീസ് നമുക്കൊരു പെർസെന്റേജ് അല്ലെങ്കിൽ കണ്ടിജൻസി ബേസിസ് വെക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ പറയാ ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന എന്തിന്റെ ബേസിസിലായിരിക്കണം? ഒന്നെങ്കിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ഓഡിറ്റർ എത്ര അവേഴ്സ് ആണോ ഓഡിറ്റ് എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് ആ ഓഡിറ്റ് അവേഴ്സ് സ്പെൻഡ് ചെയ്യുന്നതിന്റെ ബേസിസിൽ നമുക്ക് ഫീസ് ചാർജ് ചെയ്യാം. ഹൗ ഇറ്റ് കനോട്ട് ബി ബേസ്ഡ് ഓൺ എ കണ്ടിജന്റ് ബേസിസ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് സിറ്റുവേഷൻസും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. Auditor should communicate the matter with the client's audit committee or those charged with governance and should inform them that the audit fees will always be a fixed amount and that amount will be calculated on the basis of the factors, multiple factors, which would benefit the auditor to recover the cost incurred for the purpose of performing the audit. And in case if the client company is unwilling to provide a fixed amount or an audit fee based on hours spent by the auditor, then the auditor should not accept its engagement and the auditor should politely decline that. Clear ആയോ? Yes, sir. Yeah, ഇതായിരിക്കും നമ്മളിവിടെ പറയുന്നുണ്ടാവുക എത്തിക്കൽ ഇഷ്യൂവിൻ്റെ അകത്തും, അതായത് ഫീസ് കൺസിഡർ ചെയ്യേണ്ട സമയത്ത് പറയാം. അപ്പൊ ഇങ്ങനെയാണ് ഓഡിറ്റ് പ്രൊപ്പോസലിന്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ക്ലിയർ ആയ എല്ലാവർക്കും? സർ, ഇവിടെ നോൺ ഓഡിറ്റ് സർവീസ് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ത്രെറ്റ് ഉണ്ടോ? ഇല്ല, നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന ഓഡിറ്റ് ഫീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീസ് ത്രെട്ട് മാത്രമാണ്. അപ്പം നമ്മൾ ആ ത്രെട്ടിനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന എന്താന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വിത്ത് റിഗാർഡിംഗ് മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്. സർ, ഒരു ഡൗട്ട് ടെൻഡറിനെ കുറിച്ചിട്ട് ചോദിച്ചോളൂ. ഔട്ട്ലൈൻ ഓഫ് ദി ഓഡിറ്റ് ഫേമിൽ നമ്മൾ കൊടുക്കൂലേ നോൺ ഓഡിറ്റ് അഷുറൻസ് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്, അതേ സെയിം പോയിന്റ് നമുക്ക് ഈ നോൺ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സർവീസിൽ കൊടുക്കാൻ പറ്റും? അവിടെ നമ്മൾ പറയേണ്ടത് നോൺ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സർവീസ് മേലെ നമ്മൾ പറയുന്നത് നമ്മുടെ ഓഡിറ്റ് ഫേമിനെ കുറിച്ചും നമ്മൾ കൊടുക്കുന്ന നോൺ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സർവീസസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ബ്രീഫ് ഓവർവ്യൂ ആണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് നോൺ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സർവീസ് ക്ലയന്റിന് എങ്ങനെ ഓഫർ ചെയ്യും വിത്തൗട്ട് ക്രിയേറ്റിംഗ് എത്തിക്കൽ ത്രെറ്റ്സ് എന്നുള്ളതാണ്. ഇനി നോക്കിയേ, ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്. നിങ്ങളോട് എക്സാമിന് സ്പെസിഫിക്കലി ചോദിക്കുന്നുണ്ടാവും അബൌട്ട് ദ ഫാക്ടേഴ്സ് വിച്ച് യു നീഡ് ടു കൺസിഡർ ബിഫോർ അക്സെപ്റ്റിംഗ് എ ഫോറൻസിക് ഓഡിറ്റ്. നമ്മൾ ചെയ്തതായിരുന്നു ക്വസ്റ്റ്യൻ ഫോറൻസിക് ഓഡിറ്റിന്റെ റിലേറ്റഡ് ആയിട്ട്. ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് relating to PFI. Factors to be considered before accepting an engagement relating to an audit itself. ഇങ്ങനെ പല തരത്തിലുള്ള എൻഗേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളാണ് മെയിൻലി കൺസിഡർ ചെയ്യേണ്ടത് ഓരോ എൻഗേജ്മെന്റും അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേയുള്ള ഫാക്ടേഴ്സ് ആയിട്ട്. അതായത്
ഫസ്റ്റ് ഓഫ് ഓൾ റിസോഴ്സസ്. നിങ്ങൾ സിനാരിയോയ്ക്കകത്ത് നോക്കുക, സിനാരിയോയ്ക്കകത്ത് എന്തെങ്കിലും സ്പെസിഫിക് റിസോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു എൻഗേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിസോഴ്സ് വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ടും അത് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങളോട് പറയാണ് കമ്പനി ഒരു സ്പെസിഫിക് സോഫ്റ്റ്വെയർ ആണ് അവരുടെ ഹോൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പനിക്ക് കുറേ കൺട്രീസിൽ ഓപ്പറേഷൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയണം നിങ്ങൾക്ക് സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ് ഉണ്ടാവണം, ഈ എല്ലാ എൻഗേജ്മെന്റും ഓൺ ടൈം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ടൈമും ഉണ്ടാവണം. സെയിം as ദാറ്റ് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഓഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ആഡിക്വേറ്റ് സോഫ്റ്റ്വെയർ, അതായത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതും നിങ്ങൾക്കുണ്ടോ നിങ്ങൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ എല്ലാ രീതിയിലും റിസർവ്സ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. 2, നമ്മൾ പറഞ്ഞു റിസ്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. സിനാരിയോയ്ക്കകത്ത് ഓഡിറ്റിനെ അഫക്ട് ചെയ്യുന്ന റിസ്കുകൾ എന്തൊക്കെയാന്ന് പറയുന്നു. ക്ലയന്റിന് മോർ ദാൻ 40 കൺട്രീസിൽ ഓപ്പറേഷൻസ് ഉണ്ട്, ഒരുപാട് ഫോറക്സ് ഇഷ്യൂസ് ഉണ്ടാവാം, ക്ലയന്റിന് ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ മിസ്റ്റേക്സിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്, ഒരുപാട് കോംപ്ലക്സ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. ഇത്രയും റിസ്ക് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യാം. 3, ഫീസിനെ കുറിച്ച് എന്തെങ്കിലും സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടോ? ഫീസ് പെർസെന്റേജോ കണ്ടിജന്റ് ബേസിസിലോ വേണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക ക്ലയന്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഫീസ് നിങ്ങൾക്ക് എത്രയാണ് കോസ്റ്റ് ഇൻകർ ആകുന്നത്, ആ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ദെൻ നെക്സ്റ്റ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ്. സോ പ്രൊഫഷണൽ കോമ്പീറ്റൻസിന്റെ കേസ് നമ്മൾ പറയണം നമുക്ക് എത്രത്തോളം പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ഉണ്ട്. അതായത് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ സിനാരിയോയ്ക്കകത്ത് നമ്മളോട് നോക്കണം നമ്മുടെ സിനാരിയോനെ ബേസ് ചെയ്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം ക്ലയന്റിന് കുറെ കൺട്രീസിൽ ഓപ്പറേഷൻ ഉണ്ട്, അവിടെയൊക്കെ ലോക്കൽ അക്കൗണ്ടിങ് റെഗുലേഷൻ വെച്ചിട്ടാണ് അവരുടെ ഫിനാൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നമുക്ക് നോളജ് ഉണ്ടാവണം. ക്ലയന്റിന്റെ റെപ്യൂട്ടേഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെങ്കിലും സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ഇഫ് ദർ ഈസ് എനി ഫാക്ടേഴ്സ് ദാറ്റ് മൈറ്റ് അഫക്ട് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദി ക്ലയന്റ്, ഓട്ടോമാറ്റിക്കലി ഓഡിറ്റ് ഫേമായി നമ്മുടെ റെപ്യൂട്ടേഷൻ അഫക്റ്റഡ് ആവും. സോ നമ്മുടെ റെപ്യൂട്ടേഷൻ അഫക്ട് ചെയ്യുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഓഡിറ്റ് എൻഗേജ്മെന്റ് കേസിലാണ് പ്രീ കണ്ടീഷൻസ് കൺസിഡർ ചെയ്യാൻ പറയാം. ഏതൊക്കെയാണ് മക്കളെ പ്രീ കണ്ടീഷൻസ് ഫോർ ദ ഓഡിറ്റ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തേക്കുന്ന ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിന്റെ ബേസിസിലാണ് നോക്കുക. കമ്പനി ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഇന്റേണൽ കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നോക്കണം. നമുക്ക് ആക്സസ് ടു ഓൾ ഇൻഫർമേഷൻ, അഡീഷണൽ ഇൻഫർമേഷൻ ഓർ അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ടു പേഴ്സൺസ് വിത്ത് എൻറ്റിറ്റി തരുമെന്ന് നോക്കണം. പഠിച്ചല്ലാതെ നമ്മൾ ISA 210 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിന്റെ അകത്ത്. ഓക്കെ, അപ്പം അത് പ്രകാരം നമ്മൾ പ്രീ കണ്ടീഷൻസ് എല്ലാം പ്രസന്റ് ആണോ നോക്കണം. പ്രൊഫഷണൽ ക്ലിയറൻസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? പ്രീവിയസ് ഇയർ ഓഡിറ്ററുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? പ്രൊഫഷണൽ ക്ലിയറൻസ് വിളിക്കുക. നമ്മളിപ്പോ ന്യൂ ഓഡിറ്ററായിട്ട് അപ്പോയിന്റഡ് ആവുന്ന സമയത്ത് നമ്മൾ നോക്കണം എന്തുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ഓഡിറ്റർ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാത്തത്. ആൻഡ് പ്രീവിയസ് ഇയർ ഓഡിറ്റിനോട് ക്ലയന്റ് നമ്മളോട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് പ്രീവിയസ് ഇയർ ഓഡിറ്റിനോട് സംസാരിക്കാനുള്ള റൈറ്റ് ക്ലയന്റ് തന്നു. അങ്ങനെയാണ് എന്ത് കാരണം കൊണ്ടാണ് ഈ പർട്ടിക്കുലർ പേഴ്സൺ റീഅപ്പോയിന്റഡ് ആവാത്തതെന്ന് അയാളോട് ചോദിക്കണം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കേസിൽ we should not accept the engagement. Same as that, ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒബ്ജക്ടിവിറ്റിനെ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് കൺസിഡർ ചെയ്യണം. മാനേജ്മെന്റിന്റെ ഇന്റഗ്രിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. മാനേജ്മെന്റ് ഇതിന് മുന്നേ ഫ്രോഡലന്റ് ആക്ടിവിറ്റീസോ പെർഫോം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മാനേജ്മെന്റ് അൺഎത്തിക്കൽ ആയിട്ടുള്ള ബിഹേവിയർ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എല്ലാം നമ്മുടെ കറന്റ് ഇയർ ഓഡിറ്റിനെ അഫക്ട് ചെയ്യും. അങ്ങനെയാണ് അത് നമ്മൾ കൺസിഡർ ചെയ്യണം. മണി ലോണ്ടറിംഗ് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ക്ലയന്റിന് ഉണ്ടായിട്ടുണ്ടോ? കാരണം നമ്മൾ കസ്റ്റമർ ഡ്യൂ ഡിലിജൻസ് ചെയ്തിട്ടായിരിക്കണം ഓരോ ക്ലയന്റിന്റെയും വർക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഈ കസ്റ്റമർ, അതായത് ഈ ക്ലയന്റ് നമ്മുടെ അടുത്ത് ഒരു പർട്ടിക്കുലർ സർവീസ് ചെയ്തു തരാൻ വന്നു പറയുന്ന സമയത്ത് നമ്മളെ യൂസ് ചെയ്ത് മണി ലോണ്ടറിങ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ത്രൂ മണി ലോണ്ടറിങ് ചെയ്യാനോ ഒന്നിനും വേണ്ടിയിട്ടാവരുത്. കാരണം ടിപ്പിംഗ് ഓഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ഫെയിലിയർ ടു റിപ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മണി ലോണ്ടറിംഗ് എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് കൺസിഡർ ചെയ്യണം. അപ്പൊ ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ വർക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? Yes, sir. Yeah. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ കാര്യം എഴുതുന്ന സമയത്ത് ഒരു കാരണവശാലും ബൈഹേർട്ട് തിയറി ആയിട്ട് ഈ കാര്യങ്ങളൊന്നും എഴുതി വെക്കരുത്. കാരണം ബൈഹേർട്ട് തിയറി ആയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് എനി മാർക്സ് ഫോർ ദാറ്റ്. ഇൻസ്റ്റന്റ് നിങ്ങൾ ഇത് എപ്പോഴും എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക? സിനാരിയോ ബേസ്ഡ് ആയിട്ട് മാത്രമേ എഴുതാവുള്ളൂ. ഓക്കെ, അപ്പം സിനാരിയോയിൽ റിസോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റിസോഴ്സിനെ കുറിച്ച് പറയാം. ഫീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഫീസിനെ കുറിച്ച് പറയാം. ഇൻഡിപെൻഡൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയാം. കോമൺ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് എല്ലാ കേസിലും. ഓഡിറ്റ് എൻഗേജ്മെന്റിന്റെ കേസിലാണെങ്കിൽ പ്രൊഫഷണൽ ക്ലിയറൻസും
പ്രീ കണ്ടീഷൻ ഫോർ ദ ഓഡിറ്റും എല്ലാ സിനാരിയോയിലും ആപ്ലിക്കബിൾ ആണ്. ഈവൻ ഇഫ് സിനാരിയോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും, ബിക്കോസ് ഇത് രണ്ട് സ്റ്റാൻഡേർഡ് പ്രകാരം കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഓൾവേസ് എൻഷുർ വൺ തിങ് ദാറ്റ് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ? ഓഡിറ്റ് എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ. ഓഡിറ്റ് എൻഗേജ്മെന്റ് അല്ലാതെ വേറെ ഏതെങ്കിലും എൻഗേജ്മെന്റിന്റെ കേസിലാണ് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് വേണം കൺസിഡർ ചെയ്യാൻ. ഇത് രണ്ടെണ്ണം നോക്കണ്ട. ക്ലിയർ ആയോ? ഇനി ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ഇൻ കേസ് എങ്ങാനും നിങ്ങളോട് മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് ചോദിക്കുന്നത് PFI എൻഗേജ്മെന്റിനെയാണ്. PFI എൻഗേജ്മെന്റിന്റെ കേസിലാണെങ്കിൽ ഇൻ അഡീഷൻ ടു ദ ഫാക്ടേഴ്സ് ദാറ്റ് വി ഹാവ് ജസ്റ്റ് ഡിസ്കസ്ഡ്, ഈ കാര്യങ്ങളും നിങ്ങൾക്ക് ആ സിനാരിയോയിൽ പറയാം. PFIയുടെ എൻഗേജ്മെന്റിന്റെ കേസിൽ ഒറ്റ കാര്യം ചോദിക്കട്ടെ, PFIയുടെ എൻഗേജ്മെന്റിലാണ് എന്നുണ്ടെങ്കിൽ സിനാരിയോയ്ക്ക് അത് ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മാത്രമാണോ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക? അല്ല. കാരണം നമ്മൾ പഠിച്ചതാണ് ISA 3400 പ്രകാരം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ PFI എൻഗേജ്മെന്റിന്റെ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് എൻഗേജ്മെന്റ് ആണെങ്കിൽ വിത്തൗട്ട് സ്റ്റേറ്റിംഗ് എനിത്തിങ് ഇൻ ദ സിനാരിയോ നിങ്ങൾക്ക് ഇത് പറയാം. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ ഇതും പറയണം, മേലെ നമ്മൾ കുറച്ചു മുന്നേ ഡിസ്കസ് ചെയ്ത കോമൺ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെന്റും പറയണം. അപ്പൊ ഒന്ന് പറഞ്ഞേ, PFIയുടെ കേസ് നമ്മൾ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത്? സ്പെസിഫിക് ഫാക്ടേഴ്സ്, ഇന്റൻഡഡ് യൂസ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ നോക്കണം, ജനറൽ ആണോ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ നോക്കണം, നേച്ചർ ഓഫ് അസംഷൻസ് എന്തൊക്കെയാന്ന് നോക്കുക, എലമെന്റ്സ് എന്തൊക്കെയാന്ന് നോക്കണം, പീരീഡ് കവേർഡ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ഫോർകാസ്റ്റഡ് P&L ആണോ അതോ ക്യാഷ് ഫ്ലോ ആണോ, ഫോർകാസ്റ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടോ, അതായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. നേച്ചർ ഓഫ് അസംഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്തേക്കുന്നത് ഫോർകാസ്റ്റിന്റെ ബേസിസിലാണോ അതോ പ്രൊജക്ഷന്റെ ബേസിസിലാണോ എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ വേണ്ടിയിട്ടാണോ ജനറൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ വേണ്ടിയിട്ടാണോ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷന്റെ യൂസേജ് എന്താണ്? ഈ PFI എന്ന് പറയുന്നത് യൂസ് ചെയ്തേക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ലോൺ എടുക്കാനാണോ, അല്ലെങ്കിൽ ഈ PFI യൂസ് ചെയ്തേക്കുന്ന വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണോ, അതെന്തിനാണെന്നുള്ള കൺസിഡർ ചെയ്യണം. പീരീഡ് കവേർഡ് എത്രയാണെന്ന് നോക്കുക. ഷോർട്ട് ഡ്യൂറേഷനിലേക്കാണോ ലോങ് ഡ്യൂറേഷനിലേക്കാണോ? നമ്മൾ പഠിച്ചതായിരുന്നു ലോങ് ഡ്യൂറേഷനിലേക്കാണെന്നുണ്ടെങ്കിൽ അത് റിലയബിൾ ആയിരിക്കുമോ? അല്ല. ഷോർട്ട് ഡ്യൂറേഷനിലേക്കുള്ള PFI മാത്രമായിരിക്കും റിലയബിൾ. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടേഴ്സ് ആയിരിക്കണം നമ്മൾ സ്പെസിഫിക്കലി കൺസിഡർ ചെയ്യുന്നത് ബിഫോർ അക്സെപ്റ്റിംഗ് എ വർക്ക് റിലേറ്റഡ് ടു PFI. ആൻഡ് വെൽ PFI എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? എന്തായിരുന്നു PFI? അത് ചോദിച്ചോട്ടെ, അറിയാതല്ലോ. എന്തായിരുന്നു PFI? ഫോർകാസ്റ്റും പ്രൊജക്ഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുക PFI എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഫോർകാസ്റ്റും ബഡ്ജറ്റ് അല്ല, ഫോർകാസ്റ്റും ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ഇയേഴ്സ് ഫിഗേഴ്സിനെ ആയിരിക്കും നമ്മൾ PFI എന്ന് വിളിക്കുന്നുണ്ടാവുക. ക്ലിയർ ആയോ? നമ്മൾ PFI നമ്മൾ നോർമൽ ഒരു എൻഗേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. വി ഹാവ് ഡൺ എ ക്വസ്റ്റ്യൻ കോൾഡ് ഡ്രാഗൺ. ആരെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അവർ നമ്മളോട് ചോദിച്ചേക്കുന്ന കുറച്ച് മുമ്പ് കണ്ട പോലെ തന്നെ ടെൻഡർ ഡോക്യുമെന്റിന്റെ അകത്ത് എന്തൊക്കെയാണ് മാറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നാണ് 8 മാർക്സിന്. രണ്ടാമത് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇവാലുവേറ്റ് ദ മാറ്റേഴ്സ് ദാറ്റ് ഷുഡ് ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ദ ഓഡിറ്റ് എൻഗേജ്മെന്റ്. ഒരു ഓഡിറ്റ് എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് നമ്മളോട് രണ്ടാമത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ഓഡിറ്റ് എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ മാറ്റേഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യണം? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു പ്രൊഫഷണൽ ക്ലിയറൻസും പ്രീ കണ്ടീഷൻസും നിങ്ങൾക്ക് പറയാം. ജനറൽ ആണ്, പക്ഷെ ഇറ്റ്സ് ഓൾവേസ് അഡ്വൈസബിൾ ടു യൂസ് സ്പെസിഫിക് ഇൻഫർമേഷൻ ഫ്രം ദി സിനാരിയോ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഇപ്പൊ ചെയ്യുന്നില്ല, എങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. നോക്കിയേ, ദ പേരന്റ് കമ്പനി ഓൺസ് 20 സബ്സിഡറീസ്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കമ്പനി ഡ്രാഗൺ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിനെയാണ് ഓഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മളോട് ആ ഡ്രാഗൺ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞേക്കാണ്. പേരന്റ് കമ്പനി ഓൺസ് 20 subsidiary, all of which are wholly owned. Half of the subsidiary are located in the same country as parent and half overseas. Most of the foreign subsidiaries report under the same financial reporting framework as Dragon, but several prepare financial statements using local accounting rules. So do you need to consider any specific matters here? എന്തൊക്കെയായിരിക്കും? ലോക്കൽ അക്കൗണ്ടിംഗ് റൂൾസിൽ ഓഡിറ്റ് ടീമിലുള്ള ആൾക്കാർക്ക് കോമ്പീറ്റൻസ് നോളജ് ഉണ്ടോ? പെർഫെക്റ്റ്. നമ്മളോട് അവരവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 20 സബ്സിഡറീസ് ഉണ്ട് ഈ പേരന്റ് കമ്പനിക്ക്. അവരെല്ലാവരെയും നമ്മളാണ് ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാം ഓളി ഓൺഡ് സബ്സിഡറി ആണ്. ഹാഫ് ഓഫ് ദി സബ്സിഡറി ഫോറിൻ കൺട്രിയിലാണെന്ന് പറഞ്ഞു. അവരവരുടെ ലോക്കൽ അക്കൗണ്ടിംഗ് റൂൾസിന്റെ ബേസിസിലാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് പറയാം? നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത കാര്യം, അതായത് യു ക്യാൻ മെൻഷൻ അബൌട്ട് ദ പ്രൊഫഷണൽ കോമ്പീറ്റൻസ്. അവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും?
ഈ ലോക്കൽ അക്കൗണ്ടിങ് റൂൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓഡിറ്റർക്ക് നോളജ് ഉണ്ടാവണം. കാരണം ഈ ലോക്കൽ അക്കൗണ്ടിങ് റൂൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് നോളജ് ഉണ്ടെങ്കിൽ മാത്രമല്ല ലോക്കൽ അക്കൗണ്ടിങ് റൂൾസ് പ്രകാരം തന്നെയാണോ ആ ഫോറിൻ സബ്സിഡറീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തേക്കെന്നുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യണം എന്ന് പറയാം. ക്ലിയർ ആയോ? യാ. പിന്നെ വേറെ എന്തായിരിക്കും അതിനെ ബേസ് ചെയ്ത് കൺസിഡർ ചെയ്യാനുള്ള അഡീഷണൽ ഫാക്ടർ? റിസ്കിന്റെ കേസ് നമുക്ക് പറയാം. റിസ്കിന്റെ മൾട്ടിപ്പിൾ സിനാരിയോസ് ഉണ്ടാവും ഇതിന്റെ അകത്ത് തന്നെ. അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പറഞ്ഞാൽ മതി. ഇപ്പോഴത്തെ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുന്നത്? 20 സബ്സിഡറീസ് ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഉള്ള റിസ്ക് എന്തായിരിക്കും? എല്ലാ കോമ്പോണൻസിന്റെ ഇത് കഴിഞ്ഞിട്ട് അവരുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. യാ, നമുക്ക് 20 സബ്സിഡറീസിന് മേലെ ഉണ്ട്. ഈ 20 സബ്സിഡറീസിനെ കൂടെ ഫിനാൻഷ്യൽസ് കമ്പൈൻ ചെയ്താണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഐ മീൻ ക്ലയന്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആൻഡ് വെൽ വി നോ ദാറ്റ് അവിടെ ഉള്ള റിസ്ക് ഓഫ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ സിഗ്നിഫിക്കന്റ് ആയിരിക്കും. കാരണം അവിടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മൾട്ടിപ്പിൾ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അത് അഡ്ജസ്റ്റഡ് ആയിരിക്കണം. ഫോറിൻ സബ്സിഡറീസ് ആണ്. അപ്പൊ ഈ ലോക്കൽ അക്കൗണ്ടിങ് റൂൾസ് പ്രകാരം അവർ ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുന്നതിന് അവർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഫൈനൽ അക്കൗണ്ട്സ് കൺസോളിഡേറ്റഡ് എഫ്എസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഫോറിൻ കമ്പനീസ്, ഫോറിൻ സബ്സിഡറീസ് ഈ പർട്ടിക്കുലർ പേരന്റ് കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്കിലേക്ക് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? റീട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയും മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഹൈ ആയിരിക്കും. അപ്പം റിസ്ക് ഓഫ് ദി എൻഗേജ്മെന്റ് വിൽ ബി വെരി സിവിയർ. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? പിന്നെ വേറെ എന്തായിരിക്കും പറയാൻ പറ്റുക? സെയിം പാരഗ്രാഫിനെ ബേസ് ചെയ്ത് വേറെന്തായിരിക്കും? റിസോഴ്സസ് വേണം. 20 സബ്സിഡറി ആയ കാരണം അത്രയും ആൾക്കാർ വേണം അത് ചെയ്യാൻ. സിമ്പിൾ ആസ് ദാറ്റ്. നമുക്ക് 20 സബ്സിഡറീസ് ഉണ്ട്. We are performing the audit of all the 20 subsidiaries, and in addition to which we will also be performing the audit of the parent entity. So, well, literally we know that it will take substantial period of time to complete the engagement of all these 20 subsidiaries. And the 20 subsidiaries in engagement കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഓഡിറ്റ് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സബ്സിഡിയറീസിന്റെ എഫ്എസ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കൺസോളിഡേറ്റഡ് വണ്ണും കറക്റ്റ് ആവുള്ളൂ. സബ്സിഡിയറീസിന്റെ എഫ്എസിന്റെ അത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ക്യുമുലേറ്റീവ് ഇഫക്റ്റ് കൺസോളിഡേറ്റഡ് അകത്തും വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ ശേഷം വേണം കൺസോളിഡേറ്റഡ് വൺ സ്റ്റാർട്ട് ചെയ്യാൻ. സോ ദർ ക്യാൻ ബി ചാൻസസ് ദാറ്റ് നമ്മൾ ഈ എൻഗേജ്മെന്റ് പെർഫോം ചെയ്യാൻ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുക്കും. അത്രയും ടൈം മാനേജ് ചെയ്ത് വിത്തിൻ 4 മന്ത്സിനുള്ളിലോ 5 മന്ത്സിനുള്ളിലോ നമുക്ക് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി മസ്റ്റ് നീഡ് സഫിഷ്യന്റ് റിസോഴ്സസ്. അപ്പൊ ആ റിസോഴ്സ് അവൈലബിലിറ്റി നമുക്ക് കൊണ്ടുവന്ന് കൺസിഡർ ചെയ്യണം. അതുണ്ടെങ്കിൽ മാത്രമേ വർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? ഏത് രീതിയിലാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത് മനസ്സിലായോ എല്ലാവർക്കും? യാ. പിന്നെ വേറെന്താ മക്കളെ ഇഷ്യൂ? ഇതന്നെ വേറെ ഒരു സാധനം കൂടെ നോക്കാം. ഇതിന്റെ ഇടയിലൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് പിന്നെ ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒന്ന് ചെയ്തതാണ്. എങ്കിലും ലെറ്റ്സ് ഗോ ത്രൂ ദിസ് ഏരിയ ഫസ്റ്റ്. The acquisitive strategy of the group over the last few years has led to significant growth. Group's revenue has increased by 25% in the last 3 years and is predicted to increase a further 35% in the next 4 years as the acquisition of more subsidiaries is planned. The Dragon Group has raised finance for acquisition in the past by becoming listed on stock exchange of 3 different countries. New listing on foreign stock exchange is planned for Jan 2016. For this reason, management would like that the group audit completed by 31st December 2015. Para endaka problems ulladu? Deadline. Yeah, deadline എന്താ പ്രശ്നം? മാനേജ്മെന്റ് എപ്പോഴാണ് നമ്മളോട് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്? 31st December 2015 കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത് അല്ലേ? ഫിനാൻഷ്യൽ ഇയർ എൻഡ് 30th September ആണ് 2015. സോ സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എത്ര മാസം നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ അവർ പറയുന്നത്? 3 മാസം കൊണ്ട് ഓഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. എത്ര സബ്സിഡറി, എത്ര കമ്പനിയുടെ ഓഡിറ്റ് ചെയ്യാനുള്ളത്? 21 കമ്പനിയുടെ അല്ലേ? 20 സബ്സിഡിയുടെയും പേരന്റിന്റെയും. നടക്കുവോ? ഇല്ല. അപ്പം ഇതും കൂടെ നിങ്ങൾക്ക് എവിടെ കമ്പൈൻ ചെയ്യാൻ പറ്റുന്നത്? റിസോഴ്സസിന്റെ അകത്ത് അല്ലേ? ഒന്നെങ്കിൽ റിസോഴ്സിന്റെ കൂടെ ഡയറക്ട്ലി കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ ടൈം ലൈൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറയാം. ദ ക്ലയന്റ് കമ്പനി ഈസ് എക്സ്പെക്ടിംഗ് ദാറ്റ് ദ ഓഡിറ്റ് ടു ബി കംപ്ലീറ്റഡ് വിത്തിൻ 3 months ഫ്രം ദ ഇയർ എൻഡ്. However, this might not be able to be considered as a reasonable time period. കാരണം എന്താ? 3 months എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ഗ്രൂപ്പിന്റെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
it is not sufficient. അത് നിങ്ങൾക്ക് പറയാം. ക്ലിയർ ആയോ? സാർ ഈ സെയിം പോയിന്റ് അല്ല ടെൻഡർ ഡോക്യുമെന്റിലും പറയണ്ടേ? ഏതായിരുന്നു? റിസോഴ്സിന്റെ അകത്താണോ? സെയിം ഡെഡ് ലൈൻ പോയിന്റ് അല്ല ടെൻഡർ ഡോക്യുമെന്റിലും പറയേണ്ടത്? അതെ, ഡെഡ് ലൈൻ്റെ അത് തന്നെയാണ്. ടെൻഡറിന്റെ അകത്ത് നമ്മൾ പറയുമ്പോൾ വരുന്ന വ്യത്യാസമുണ്ട്. ടെൻഡറിന്റെ അകത്ത് നമ്മൾ പറയുന്നത് നമ്മൾ ഓഡിറ്റർ പ്രൊപ്പോസലിനകത്ത് കൺവേ ചെയ്യണം വിത്തിൻ 3 months കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അൺറീസണബിൾ പീരീഡ് ആണ്, അത് പറ്റില്ല, നമുക്ക് പറ്റുന്ന പീരീഡ് എത്രയാണെന്ന് പറയാം. മനസ്സിലായോ? രണ്ട് തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇവിടെ നമ്മൾ പറയുമ്പോൾ എന്ത് പറയും? 3 months എന്ന് പറയുന്ന ഡെഡ് ലൈൻ റീസണബിൾ ആണോ നോക്കുക, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാം. ഓക്കെ. മറ്റേതിന്റെ നമ്മൾ പറയുമ്പോൾ എന്ത് പറയണം? എത്രയാണ് നമുക്ക് റീസണബിൾ ടൈം പീരീഡ് അത് കൺവേ ചെയ്യാൻ പറയണം. അതാണ് രണ്ടിനും വരുന്ന വ്യത്യാസം. ഓക്കെ. ഇനി വേറെ എന്താ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? വേഗം പറയേ, വേറെ എന്താ കൺസിഡർ ചെയ്യേണ്ടത് ഇവിടെ സിനാരിയോയില്? പ്രൊഫഷണൽ കോമ്പീറ്റൻസിന്റെ തന്നെ നിങ്ങൾക്ക് അഡീഷണലി പറയാം. എന്താ അവിടെ പറയാൻ പറ്റുന്ന കാര്യം? അവര് ഓൾറെഡി 3 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനിയാണ്. അത് 3 കൺട്രിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതിന് പുറമെ അവർ ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യാൻ പോവാണ് പുതിയ ഒരെണ്ണത്തിലും കൂടി. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? മൾട്ടിപ്പിൾ ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സിനെ കുറിച്ച് ഓഡിറ്ററായി നമുക്ക് നോളജ് ഉണ്ടാവണം. ശരിയല്ലേ? അതായത് നമുക്കറിയാം ഓരോ കൺട്രിയുടെയും ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സ് ഡിഫറെന്റ് ആണ്. ആ ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സിനനുസരിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇഫക്ട് വരും. അപ്പൊ ആ ഇഫക്ട് എന്താണെന്ന് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അത് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അത് അറിയാവോ എന്നുള്ളത് കൺസിഡർ ചെയ്യണം, എങ്കിലേ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം. അത് ഇവിടെ പറയേണ്ടതാണ് പ്രൊഫഷണൽ കോമ്പീറ്റൻസിന്റെ അത് പറയണം. ക്ലിയർ ആയോ? പിന്നെ വേറെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാൻ പോയിന്റുണ്ടോ? ഇവിടെ റിസ്ക് കൂടും. പല രീതിയിൽ റിസ്ക് കൂടുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. ഏതൊക്കെയാവെന്ന് പറഞ്ഞേ? അവര് ഓൾറെഡി കുറെ സ്ഥലത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, പുതിയ ഒരിടത്തും കൂടെ ലിസ്റ്റ് ചെയ്യാണ്. സോ ക്ലയന്റ് ഈ ലിസ്റ്റ് ചെയ്തേക്കുന്ന എല്ലാ റിക്വയർമെന്റ്സും പ്രോപ്പർലി ഫോളോ ചെയ്യണം. However, there can be chances that multiple country ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പ്രോപ്പർലി ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ വേറെ എന്താ പോസിബിലിറ്റി? മാനേജ്മെന്റ് ബയസ്. എക്സാക്ട്ലി, there is high possibility of having management bias. കാരണം എന്താ? കമ്പനി ഇത്രയും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഹൈ പെർഫോമൻസ് എപ്പോഴും റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻ അഡീഷൻ ടു വിച്ച് അവരൊരു പുതിയ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ കൂടി പോവാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അവർക്ക് ആ ന്യൂ മാർക്കറ്റിലെയും ആളുകളെ അട്രാക്ട് ചെയ്യണം. അതുകൊണ്ട് സിഗ്നിഫിക്കന്റ്ലി പ്രോഫിറ്റ് ഒക്കെ കൂട്ടിക്കാണിക്കാൻ ചാൻസ് ഉണ്ട്. സോ റിസ്ക് വിൽ ഓൾസോ ബി ഇൻക്രീസ് പ്രൊപ്പോർഷനലി. സോ നമ്മൾ എന്ത് ചെയ്യണം? അതും കൺസിഡർ ചെയ്യണം എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്, നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന്. സോ ദിസ് ഈസ് ഹൗ യു നീഡ് ടു കൺസിഡർ ദ ഫാക്ടേഴ്സ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്. ക്ലിയർ ആയോ? യെസ് പ്ലീസ്. സർ, ഈ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓഡിറ്ററിന്റെ പെർസ്പെക്റ്റീവ് എന്നുള്ള റിസ്ക് അല്ലേ എടുക്കുക? അതോ ഇൻ ജനറൽ ഇൻഹെറന്റ് റിസ്കും? നമ്മൾ ജനറൽ ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ എൻഗേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെ റിസ്ക് ഉണ്ടോ ആ റിസ്കുകളൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഓഡിറ്റ് റിസ്ക് എല്ലാം നമുക്ക് ഇതിൽ പറയാം. അത് ജസ്റ്റ് എക്സാമ്പിൾസ് പോലെ പറഞ്ഞു പോയാൽ മതി. നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഡീപ്പായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ പറയുമ്പോഴത്തേനും റിസ്ക് ഓഫ് ദി എൻഗേജ്മെന്റ് ഹൈ ആണ്, ഇത്ര ഇഷ്യൂസ് ഉണ്ട്, അത് കാരണം കൊണ്ട് ഈ എൻഗേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ കൺസിഡർ ചെയ്യണം. അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിസ്കിലുള്ള വർക്ക് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഡിറ്റക്ഷൻ റിസ്ക് മാത്രമല്ല, മാനേജ്മെന്റ് ബയസ് അങ്ങനത്തെ റിസ്കുകൾ അതെല്ലാം ജസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് ഒരു ഭാഗം എടുത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ അന്ന് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രൊഫഷണൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞിട്ട് പ്രൊഫഷണൽ കോമ്പീറ്റൻസ് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം എക്സാമ്പിൾസ് ആയിട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. അഗെയിൻ നെക്സ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ റിസോഴ്സ് അവൈലബിലിറ്റിയുടെ അണ്ടറിൽ ആ ഓരോ പോയിന്റ്സും പറയാം. റിസ്കിന്റെ അണ്ടറിൽ കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്ത് പറയാം. അപ്പം നമ്മൾ ജനറൽ എക്സ്പ്ലനേഷൻ കൊടുക്കും, എക്സാമ്പിൾ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് പറയും. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. ഇനി ഇൻ കേസ് എങ്ങാനും PFI എൻഗേജ്മെന്റ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സിന് പുറമെ PFI ജനറൽ ഫാക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്താൽ മതി. ISI 3400 പ്രകാരമുള്ളത്. ക്ലിയർ ആയോ? ഇനി ഒരു പാസ്റ്റ് നമ്മുടെ പുതിയ റിവിഷൻ കിറ്റിലെ അല്ല, പഴയ റിവിഷൻ കിറ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ജസ്റ്റ് എ മൊമെന്റ്. ഇവിടെ നോക്കിയ മക്കളെ, ഹോക്ക് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതും നമ്മൾ ചെയ്തതായിരുന്നു. ഹോക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കി. ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് ദാറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ഇൻ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ദി എൻഗേജ്മെന്റ്. നമ്മൾ ഈ എൻഗേജ്മെന്റ് ടേംസ് എഗ്രി ചെയ്യുന്ന സമയത്ത്
നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും നമ്മൾ കുറച്ചു മുമ്പ് നോക്കിയ റിക്വയർമെന്റും സെയിം ആയിരുന്നോ? അല്ല. അല്ല. നേരത്തെ നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? ഇവാലുവേറ്റ് ദ മാറ്റേഴ്സ് വിച്ച് ഷുഡ് ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് ആണ്. ഒരു എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം? ഇപ്പൊ നമ്മൾ കണ്ടത് എന്തായിരുന്നു? മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ഇൻ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ദി എൻഗേജ്മെന്റ്. ഒരു ഓഡിറ്റ് എൻഗേജ്മെന്റ് എഗ്രി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എത്തിക്കൽ ഇഷ്യൂസും കൺസിഡർ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സി, നമ്മുടെ എക്സാമിനർ തന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താന്ന് നോക്കി. Part A asks for matters to be considered in agreeing the terms of engagement for an examination of the forecast. These are matters that need to be included in the engagement letter for this assignment. A good approach for this question is to identify the matters which could be leading to misunderstandings in future, which the firm would want to clarify in writing to avoid such misunderstanding. Knowledge of audit engagement letter can be used in adapt this type of questions. നമ്മളോട് പറഞ്ഞ എന്താ? Matters to be considered before agreeing the terms of an engagement എന്ന് പറയുന്ന സമയത്ത് നമ്മളോട് പറയാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൻഗേജ്മെന്റ് ലെറ്ററിന്റെ അകത്തുള്ള കോണ്ടന്റിനെ കുറിച്ച് വേണം പറയാനായിട്ട്. അതായത് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഗേജ്മെന്റ് ലെറ്ററിന്റെ അകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താ? നോർമലി പിന്നീട് നമ്മളൊരു എൻഗേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓഡിറ്ററും ക്ലയന്റും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ ആദ്യം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോൺട്രാക്ട് ലെറ്ററിനെയാണ് എൻഗേജ്മെന്റ് ലെറ്റർ എന്ന് പറയാം. അപ്പൊ വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് എന്ന് ചോദിച്ചാൽ ഒരു എൻഗേജ്മെന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എവിടെ ഉള്ളത്? എൻഗേജ്മെന്റ് ലെറ്ററിന്റെ അകത്ത്. അതുകൊണ്ട് തന്നെ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് ചോദിക്കുമ്പോൾ യു നീഡ് ടു റൈറ്റ് ദ കോണ്ടന്റ് ഓഫ് ദി എൻഗേജ്മെന്റ് ലെറ്റർ. ക്ലിയർ ആയോ? ക്ലിയർ ആയ മക്കളെ? ഓക്കെ. അപ്പം എൻഗേജ്മെന്റ് ലെറ്ററിന്റെ അകത്ത് നമ്മൾ എന്തൊക്കെയായിരുന്നു കോണ്ടന്റ് പഠിച്ചത്? ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ദി ഓഡിറ്റ്, റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഓഡിറ്റർ, ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി മാനേജ്മെന്റ്, ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഏതാന്നുള്ള കാര്യം പറയാം. ആൻഡ് ഫൈനലി നമ്മൾ പറഞ്ഞു അവിടെ എന്താണോ എക്സ്പെക്ടഡ് ഫോം ആൻഡ് കോണ്ടന്റ് ഓഫ് ദി റിപ്പോർട്ട്. ഇത്രയും കാര്യങ്ങളായിരിക്കും നോർമലി നമ്മളൊരു എൻഗേജ്മെന്റ് ലെറ്ററിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഈ എൻഗേജ്മെന്റ് ലെറ്ററിന്റെ അകത്തുള്ള കോണ്ടന്റ് ആണ് matters to be considered before agreeing the terms of an engagement ചോദിക്കുകയാണെന്ന് നിങ്ങൾ പറയേണ്ടത്. മനസ്സിലായോ എല്ലാവർക്കും? ഇനി അവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്ററിന്റെ ആണ് നമ്മൾ ഈ പഠിച്ച കോണ്ടന്റ്. അതുകൊണ്ട് തന്നെ ഓഡിറ്റിന്റെ കേസിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് എന്ന് ചോദിച്ചാൽ ഈ ഫാക്ടേഴ്സ് തന്നെ പറഞ്ഞാൽ മതി. ബട്ട് നിങ്ങളോട് ഇൻ കേസ് എങ്ങാനും PFI എൻഗേജ്മെന്റിനെയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഫാക്ടേഴ്സും പറയണം, പ്ലസ് ISAE 3400 പ്രകാരം നമ്മൾ പഠിച്ച ഫാക്ടേഴ്സ് ഇല്ലേ അതും പറയണം. അതായത് അസംഷൻസ് എന്തൊക്കെയാണ്, ദെൻ ലിമിറ്റഡ് ആണോ, ജനറൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ, എന്താണോ, ഇന്റൻഡഡ് യൂസ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്, പീരിയഡ് കവേർഡ് എന്താണ്, എലമെന്റ്സ് ഓഫ് ദി ഇൻഫർമേഷൻ എന്തൊക്കെയാണ്, അതും കൂടി അഡീഷണലി പറയുന്നുണ്ടാവണം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. സോ ജസ്റ്റ് കീപ് ദാറ്റ് വൺ ഇൻ മൈൻഡ്. സോ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീ കണ്ടീഷൻസും റിസ്ക്കും റിസോഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പറയാം. മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് ആണെങ്കിൽ എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് വേണം പറയാൻ. പക്ഷേ അതൊരു PFI എൻഗേജ്മെന്റിന്റെ കേസിലാണെങ്കിൽ ഇൻ അഡീഷൻ ടു ദ കോണ്ടന്റ് നമ്മൾ എന്തും കൂടെ പറയണം, PFIയുടെ ഫാക്ടേഴ്സും പറയണം. പക്കാ? യാ, പെർഫെക്റ്റ്. ഇനി നോക്കിക്കേ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി കണ്ടന്റ് സ്കൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കണ്ടന്റ് സ്കൈയുടെ തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇറ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ 60 ആൻഡ് 63. ആൻഡ് നമുക്ക് വേണ്ടത് 63 ആണ് ഇന്റർനാഷണൽ സിലബസിന്റെ ബേസിസിൽ. ഐ ബിലീവ് എല്ലാവരും ഇന്റർനാഷണൽ ആണ് എടുത്തേക്കുന്നത്. സോ ഇന്റർനാഷണൽ സിലബസിന്റെ ബേസിസിൽ 63rd ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഔട്ട് ഓഫ് വിച്ച് നമ്മൾ ആദ്യമേ ചെയ്യുന്നത് KPIയുടെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മക്കളെ KPI എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ KPI? പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലേ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു കമ്പനിയുടെ പെർഫോമൻസ് കാണിക്കുന്ന ഫാക്ടേഴ്സ് എന്താണോ അതിനെയാണ് നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുക. സോ ആ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എൻഗേജ്മെന്റ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളോട് ഫസ്റ്റ് ചോദിച്ചേക്കുന്ന ഇതാണ്. ഇവിടെ നമുക്ക് കുറച്ച് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഗ്രാജുവേഷൻ റേറ്റും അക്കാഡമിക് പെർഫോമൻസും എംപ്ലോയബിലിറ്റിയും
കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളോട് ചോദിക്കുകയാണ് ഡിസ്കസ് ദ റെലവെന്റ് ആൻഡ് മെഷറബിലിറ്റി ഓഫ് ദി റിപ്പോർട്ടഡ് പെർഫോമൻസ് ഇൻഫർമേഷൻ. നമുക്കിവിടെ തന്നേക്കുന്ന പെർഫോമൻസ് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അതായത് ഗ്രാജുവേഷൻ റേറ്റ്, അക്കാഡമിക് പെർഫോമൻസ്, എംപ്ലോയബിലിറ്റി, കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ, ഈ ഓരോ പെർഫോമൻസ് ഇൻഫർമേഷനും റെലവെന്റ് ആണോ മെഷറബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 2, recommend the examination procedures to be used in the auditing the performance information. ഈ പെർഫോമൻസ് ഇൻഫർമേഷൻ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ എക്സാമിനേഷൻ പ്രൊസീജിയർ ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ണിന് നമുക്ക് ആദ്യം ആൻസർ ചെയ്യാം. ഈ തന്നേക്കുന്ന ഓരോ പെർഫോമൻസ് ഇൻഫർമേഷനും ഈ കമ്പനീനെ സംബന്ധിച്ച് റെലവെന്റ് ആണോ മെഷറബിൾ ആണോ എന്ന് നമ്മൾ പറയണം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമേ സിനാരിയോ പ്രോപ്പർലി വായിച്ചു നോക്കുക. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും വേഗം. റോക്തോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത് എന്താണെന്ന് വായിച്ചു നോക്കി. ഓക്കെ, നമ്മളോടൊപ്പം അവിടെ പറഞ്ഞേക്കുന്നത് എന്താ? റോക്തോ യൂണിവേഴ്സിറ്റി ഒരു പബ്ലിക് സെക്ടർ എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞു. അതൊരു സ്മോൾ യൂണിവേഴ്സിറ്റിയാണ്. അപ്രോക്സിമേറ്റ്ലി 2000 സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. 10 ഇയേഴ്സ് മുന്നേ ഫോം ചെയ്തതാണ്. അവർ വൊക്കേഷണൽ സ്റ്റഡി പ്രോഗ്രാംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ഓഫറിംഗ് ഡിസ്റ്റിങ്ഷൻ ഫോർ ദ ഹൈ പെർഫോമിംഗ് സ്റ്റുഡൻസ്. ആൻഡ് സ്റ്റുഡൻസ് 10,000 പെർ ഇയർ ആണ് ഫീ ആയിട്ട് പേ ചെയ്യുന്നത്. 3 ഇയേഴ്സ് ആണ് അവരുടെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇത്രയാണ് നമുക്ക് ആ റോക്തോ യൂണിവേഴ്സിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് നിൽക്കുന്ന ഡേറ്റ. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്ന റോക്തോ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ടൈം ആണ് റിപ്പോർട്ടിംഗ് നടത്താൻ പോകുന്നത്. അവരതുപോലെ തന്നെ ഇപ്പോൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കൂട്ടത്തിൽ ഈ റിപ്പോർട്ടും കൂടെ KPI റിപ്പോർട്ടും കൂടെ കൊടുക്കണം, ബ്ലാ 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 നമ്മളോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ റോക്തോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഓർഗനൈസേഷനെ കുറിച്ച് മനസ്സിലായി. അതിന്റെ ബേസിസിൽ ഈ തന്നേക്കുന്ന ഓരോ പെർഫോമൻസ് ഏരിയാസും ഗ്രാജുവേഷൻ റേറ്റ്, അക്കാഡമിക് പെർഫോമൻസ്, എംപ്ലോയബിലിറ്റി, കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ, ഇത് ഓരോന്നും റെലവെന്റ് ആണോ മെഷറബിൾ ആണോ എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. ഇവിടെ വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെ മക്കളെ? നോർമലി ഒരു കോളേജിന്റെ കേസിൽ ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരിക? സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ പേരൻസ്, പിന്നെ ടീച്ചേഴ്സ്, പിന്നെ വേറെ ആരൊക്കെ വരിക? എംപ്ലോയേഴ്സ് വരും അല്ലെ? ഇതൊരു ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആര് വരും? ഗവൺമെന്റ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബോഡി വരും, പിന്നെ മീഡിയാസ് വരും, മാനേജ്മെന്റ് വരും, പിന്നെ പുതുതായിട്ട് വരാനുള്ള പൊട്ടൻഷ്യൽ സ്റ്റുഡൻസ് വരും. ശരിയല്ലേ? ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാവരും വരും. ഇനി നിങ്ങൾക്ക് ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഏകദേശം ഒരു ഐഡിയ. ഇനി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും, ബട്ട് ഫോർ ദ ടൈം ബീങ് ഇത്രയും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണുള്ളതെന്ന് വെച്ചു. അങ്ങനെയാണ് ഈ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഈ പറഞ്ഞേക്കുന്ന പെർഫോമൻസ് ഏരിയാസ് റെലവെന്റ് ആണോ എന്ന് ആലോചിച്ച് നോക്കുക. ഗ്രാജുവേഷൻ റേറ്റ് റെലവെന്റ് ആണോ? യെസ്. എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി എന്നുള്ളത് ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ? പാസ് റേറ്റ് നോക്കുന്നുണ്ടാവില്ലേ? ആർക്കായിരിക്കും പാസ് റേറ്റ് അറിയേണ്ടി വരും ഏറ്റവും കൂടുതൽ? സ്റ്റുഡൻസിനാണോ? പൊട്ടൻഷ്യൽ സ്റ്റുഡൻസിന് അറിയണം അവര് ജോയിൻ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് എത്രത്തോളം പാസ് റേറ്റ് ഉണ്ടെന്ന്. പിന്നെ വേറെ ആർക്കായിരിക്കും? പേരൻസിന് അറിയണം, ബിക്കോസ് പേരൻസ് ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതാണ്, അവർക്ക് അറിയണം. പിന്നെ എംപ്ലോയേഴ്സിന് അറിയണ്ടേ? കാരണം ഏറ്റവും നല്ല രീതിയിൽ പാസ് ആവുന്ന സ്ഥലത്ത് നിന്നായിരിക്കും എല്ലാ എംപ്ലോയേഴ്സും റിക്രൂട്ട് ചെയ്യാൻ താല്പര്യപ്പെടുക. എംപ്ലോയേഴ്സിന് അറിയണം. അക്കാഡമിക് ആൻഡ് മോറോവർ ആ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ അറിയണ്ടേ? കാരണം എന്താ? അവരാണ് ഫണ്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്കറിയണം ഈ കോളേജ് എത്ര റിസൾട്ട് കൊണ്ടിരുന്നുണ്ടെന്ന്. അക്കാഡമിക് പെർഫോമൻസ്, ഡിസ്റ്റിങ്ഷൻ കിട്ടുന്ന എത്ര പേരുണ്ട് എന്ന് ശ്രദ്ധിക്കുന്നവരുണ്ടാവോ? ഉണ്ടാവും, നമുക്കറിയാം. എസ്പെഷ്യലി
ഹൈ പെർഫോമിംഗ് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടുന്ന സ്ഥലത്തായിരിക്കും പോകാൻ താല്പര്യം ഉണ്ടാവുക. ശരിയല്ലേ? ഓക്കെ. സെയിം as that അക്കാഡമിക് പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം എംപ്ലോയേഴ്സ് കൺസിഡറിങ്, കാരണം ഏറ്റവും കൂടുതൽ ഡിസ്റ്റിങ്ഷൻ കിട്ടുന്ന സ്ഥലത്തായിരിക്കും എംപ്ലോയേഴ്സിനും റിക്രൂട്ട്മെന്റ് നടക്കാൻ താല്പര്യം ഉണ്ടാവുക. എംപ്ലോയബിലിറ്റി, പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് ഓൺ ഗ്രാജുവേഷൻ ഒബ്ടൈൻ ഗ്രാജുവേഷൻ ലെവൽ എംപ്ലോയ്മെന്റ് കൺസിഡർ ചെയ്യുമോ നിങ്ങൾ? യെസ്. ബിക്കോസ് എന്തായിരിക്കും റീസൺ? സ്റ്റുഡൻസിന് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടാണോ അവർ പഠിക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയാണോ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അവിടെ ആയിരിക്കും പോകാൻ താല്പര്യം ഉണ്ടാവുക. ശരിയല്ലേ? ഓക്കെ. കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കൺസിഡർ ഉണ്ടാവോ? ഡെഫിനറ്റ്ലി. കാരണം ഏത് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സിലാണോ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആ ഫാക്കൽറ്റിയുടെ ക്ലാസ്സിലായിരിക്കും സ്റ്റുഡൻസ് പോകാൻ താല്പര്യപ്പെടുക. സോ ഡെഫിനറ്റ്ലി ഇതെല്ലാം എന്തായിരിക്കും? റെലവെന്റ് ആയിരിക്കും. അപ്പൊ ഇത് ഓരോന്നെടുത്ത് ഇവാലുവേറ്റ് ചെയ്യുക, റെലവെന്റ് ആണെന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ. മെഷറബിൾ ആണോ മക്കളെ ഇത് ഓരോന്നും? അതും പറയാം. ഗ്രാജുവേഷൻ റേറ്റ് മെഷറബിൾ ആണോ? അതെ. എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണോ എക്സാം അറ്റൻഡ് ചെയ്ത് അതിൽ എത്ര പേര് ക്ലിയർ ആയി നോക്കാം. അക്കാഡമിക് പെർഫോമൻസ് എത്ര പേർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. എംപ്ലോയബിലിറ്റി കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കുമോ? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അല്ല. കാരണം നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? കാരണം എല്ലാവരും സെയിം ലെവൽ എംപ്ലോയ്മെന്റ് ആയിരിക്കണം ചെയ്യുന്ന നിർബന്ധമില്ല. ഇവർ കോഴ്സ് പഠിച്ചാലും ചിലപ്പോൾ വേറെ എന്തെങ്കിലും എംപ്ലോയ്മെന്റ് ആവാം ചെയ്യുന്നു. അതുകൊണ്ട് അത് സബ്ജക്റ്റീവ് ആണ്, ചേഞ്ചസ് വരാം. കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ എത്ര പെർസെന്റേജ് സ്റ്റുഡൻസ് ഹാപ്പി ആയി ക്ലാസ്സിൽ ഈസിലി മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അതൊരു ക്വാളിറ്റേറ്റീവ് എലമെന്റ്, അത് ഈസിലി മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആയോ? ഞാൻ നിങ്ങളോട് മെയിൻലി ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദ്യം നോക്കണം മാർക്ക് എത്രയാന്ന്. ഇവിടെ റെലവൻസ് മെഷർ ചെയ്യുന്നതിന് എത്രയാ, റെലവൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് എത്രയാ മാർക്കുള്ളത്? 2.5 മാർക്സേ ഉള്ളൂ. മെഷറബിലിറ്റി പറയുന്നതിനും 2.5 മാർക്സേ ഉള്ളൂ. കാരണം 10 മാർക്കിന്റെ അകത്ത് ഈക്വലി ആണ് രണ്ട് ഏരിയയിലേക്കും സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ഔട്ട് ഓഫ് വിച്ച് 2.5 എവിടെ കിട്ടുള്ളൂ, 2.5 ഇവിടെ കിട്ടുള്ളൂ. അപ്പൊ അക്കോർഡിംഗ്ലി പറയാവുള്ളൂ. മനസ്സിലായോ? ദെൻ രണ്ടാമത് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഈ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണുള്ളത്, ആ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് നിങ്ങളോട് പറയാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ ഗ്രാജുവേഷൻ റേറ്റും അക്കാഡമിക് പെർഫോമൻസും എംപ്ലോയബിലിറ്റിയും കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നിങ്ങളോട് എത്രയാണെന്നുള്ള കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുള്ളത്? പഠിച്ച പ്രൊസീജിയേഴ്സ് തന്നെ ആലോചിച്ച് നോക്കുക. ഇവിടെ മാനേജ്മെന്റുമായിട്ട് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ ആരുടെ കയ്യിൽ നിന്നാണ് എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാൻ പറ്റുക, ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് നോക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും റീകാൽക്കുലേറ്റ് ചെയ്യാനുണ്ടോ, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ടോ, ദെൻ എന്തെങ്കിലും ഡോക്യുമെന്ററി എവിഡൻസ് വാങ്ങിച്ച് കൺഫേം ചെയ്യാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. മനസ്സിലായോ? ഗ്രാജുവേഷൻ റേറ്റ് നമുക്ക് എങ്ങനെയായിരിക്കും മക്കളെ? എത്ര പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് കംപ്ലീറ്റ് ആയി, അവർ പറഞ്ഞേക്കുന്ന 85% എന്നുള്ള കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റുന്നത് എങ്ങനെയാ? ഇസ് ദാറ്റ് എ കമ്പ്യൂട്ടേഷൻ? അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? റീകാൽക്കുലേറ്റ് ദ ഗ്രാജുവേഷൻ റേറ്റ്. എങ്ങനെയാ ചെയ്യുന്നത്? ബൈ ഡിവൈഡിങ് the total number of students cleared the exam by the total number of students who have attended for the exam in order to ensure the mathematical accuracy. അവിടെയും പർപ്പസ് പറയാൻ വിട്ടുപോകരുത്, പർപ്പസ് പറയാ. ക്ലിയർ ആയോ? ഓക്കെ. ഡിസ്റ്റിങ്ഷൻ ലെവൽ മാർക്ക് 20% സ്റ്റുഡൻസ് കിട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് അതെങ്ങനെയായിരിക്കും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുക? എല്ലാത്തിനും റീകാൽക്കുലേറ്റ് പറയല്ലേ. ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്തെങ്കിലും ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? അത് വെച്ച് ചെക്ക് ചെയ്യൂടെ? എങ്ങനെയായിരിക്കും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക? obtain the list of students who have achieved distinction, benchmark and agree the marks with the benchmark എന്തിനു വേണ്ടിയിട്ടായിരിക്കും? in order to confirm whether they have achieved distinction level marks. അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? obtain the mark list of a number of students who have achieved a sample of students who have achieved distinction level marks in order to confirm whether they have actually met the criteria for the distinction. ശരിയല്ലേ? ഓക്കെ. ഇനി അവർ പറയുന്നുണ്ട് 65% സ്റ്റുഡൻസിന് ഗ്രാജുവേഷൻ ലെവൽ എംപ്ലോയ്മെന്റ് കിട്ടിയെന്ന്. അതെങ്ങനെയാണ് എങ്ങനെയായിരിക്കും കൺഫേം ചെയ്യാൻ പറ്റുക? ആ സ്റ്റുഡൻസിനോട് തന്നെ നമുക്ക് ചോദിക്കാം അല്ലേ? അപ്പൊ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? obtain external confirmation from a sample of students who have achieved graduation level employment in order to confirm whether they are actually working എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. ശരിയല്ലേ? അല്ലെ നിങ്ങൾക്ക് എന്ത് പറയാം? റിവ്യൂ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ റോക്ടോ യൂണിവേഴ്സിറ്റി ആൻഡ് സ്റ്റുഡൻസ് in order to confirm whether the students have actually obtained graduation level employment. Clear ആയോ? Then അവർ പറയുന്നുണ്ട് കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് എക്സലന്റ് അല്ലെ വെരി ഗുഡ് എന്ന് പറഞ്ഞ് റേറ്റ് ചെയ്തേക്കുന്നത് 70% ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക?
സാമ്പിൾ ഓഫ് ഫീഡ്ബാക്സ് എടുത്ത് നോക്കിയാൽ പോരെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? റിവ്യൂ എ സാമ്പിൾ ഓഫ് feedbacks from the students in order to confirm whether the majority of students have rated the college as excellent or very good. Clear ആയോ? ഇങ്ങനെയായിരിക്കും നമ്മുടെ പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ടാവുക. അപ്പൊ ലിറ്ററലി ഈ പ്രൊസീജിയേഴ്സ് ഏതെങ്കിലും ബൈ ഹേർട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണോ? അല്ല, പ്യൂർലി ഓൺ ദി ബേസിസ് ഓഫ് സിനാരിയോ നമുക്ക് എഴുതാം. അല്ലെ അതിന്റെയൊക്കെ കേസ് നമുക്ക് വേറെ എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് about the methods on the basis of which the students have rated the college as excellent or very good. അല്ലെങ്കിൽ അവരോട് നമുക്ക് ചോദിക്കാം എന്തെങ്കിലും ക്രൈറ്റീരിയയുടെ ബേസിസിലാണോ എക്സലന്റ് ആണോ വെരി ഗുഡ് ആണോ എന്നുള്ള കാര്യം ചോദിച്ചതെന്ന് ചോദിക്കാം. അങ്ങനെ നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചോദിക്കാം. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയായിരിക്കും KPIന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങളോട് KPIയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അതിന്റെ റെലവൻസ് ആൻഡ് മെഷറബിലിറ്റി ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടും ക്ലിയർ ആണോ പ്രോപ്പർലി എല്ലാവർക്കും? ഓക്കെ, ഫൈൻ. ഇനി ഇവിടെ ചോദിച്ചേക്ക് നോക്കി, ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ matters which may cast doubt on the company's ability to continuous going concern. Recommend the audit procedures to be performed in relation to the going concern matters identified. നിങ്ങളോട് അടുത്തത് ചോദിച്ചേക്കുന്ന ഒരു ഗോയിങ് കൺസേൺ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങളോട് ചോദിച്ചേക്കുന്നത്, ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ സിനാരിയോ തന്നിട്ടുണ്ട്. ഈ സിനാരിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് കമ്പനിക്ക് ഗോയിങ് കൺസേൺ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. 2, എന്തൊക്കെയാണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നിങ്ങളോട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ഗോയിങ് കൺസേൺ മാറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് ഗോയിങ് കൺസേൺ ഇഷ്യൂസ് ഉള്ളത് ഇവിടെ അത് ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ഗോയിങ് കൺസേൺ ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് എന്നുള്ളതും പറയണം. അപ്പൊ ഒരു കാര്യം ചെയ്തേ, ഈ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഒന്ന് വേഗം വായിച്ചു നോക്കിയാൽ എല്ലാവരും. ഓവർ ഇൻട്രൊഡക്ഷൻ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? കണ്ടിൻസ്കൈ കമ്പനി എന്ന് പറയുന്ന ഒരു ലക്ഷറി ഫുഡ് മാത്രം മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് സെല് ചെയ്യുന്നത്. കറന്റ്ലി അവർ കുറെ ഇക്കണോമിക് റിസഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അത് കാരണം കൊണ്ട് അവർക്ക് കുറെ തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കമ്പനിയുടെ ആകെയുള്ള ക്യാഷ് ബാലൻസ് പറയുന്നത് $150,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബൈ ലുക്കിംഗ് അറ്റ് ദ കമ്പനീസ് ഫിനാൻഷ്യൽസ് ഡു യു ഫീൽ എനിത്തിങ് റോങ് ഹിയർ? എന്തെങ്കിലും അൺസർട്ടനിറ്റി ആയിട്ട് തോന്നുന്നുണ്ടോ? നമുക്ക് പറയാൻ പറ്റുക ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്യുക ഗോയിങ് കൺസേൺ ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്ന ഗോയിങ് കൺസേൺ ഇഷ്യൂ എന്താ? ലോസ് ആണ്, ഓപ്പറേറ്റിംഗ് ലോസസ് ആണ്. റവന്യൂ എന്തായി? സിഗ്നിഫിക്കന്റ്ലി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നു, ഇവിടെയൊക്കെ നിങ്ങൾ റവന്യൂ കുറഞ്ഞു എന്ന് പറയാതെ എത്ര പെർസെന്റേജ് ആണ് റവന്യൂ കുറഞ്ഞെന്ന് പറയാം. ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഹാഫ് മാർക്ക് വെച്ച് കിട്ടും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുക? നിങ്ങൾ ഓൺ വേർഡ്സ് പറയാം. ഫസ്റ്റ് ഇഷ്യൂ പറയാം ഓപ്പറേറ്റിംഗ് ലോസസ്. എന്നിട്ട് നിങ്ങൾ പറയണം Kandinsky company is a manufacturer of luxury food items and currently they are facing economic recession due to which the company's revenue has fallen significantly over the prior year by %. In addition to which the company have reported losses during the current year whereby the company was having significant amount of cash flow difficulties as a result of the recession. Appo ningal avade endu paraya? There can be chances that in case if the company will not be able to introduce any new products into the market, they will not be able to sustain, because as going forward the recession in the country will rise, and in that case, since the company is selling luxury products, none of the customers will be willing to buy products from the company, due to which the company will not be able to meet their cash flow requirements. So company എന്താവും going concern difficulties face ചെയ്യുമെന്ന് പറയാം. ക്ലിയർ ആയോ? ഇനി ഈ 2 പോയിന്റ്സും കൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഈ 2 പോയിന്റ്സ് മാത്രം വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് വൺ, ലോങ് ടേം ലയബിലിറ്റീസ് ആയിട്ട് റിലേറ്റ് ചെയ്താണ് പറഞ്ഞേക്കുന്നത്. ബാങ്ക് നമുക്കൊരു ലോങ് ടേം ലയബിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുണ്ട്. ലോണിന് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ആൻഡ് കമ്പനിയുടെ ഹെഡ് ഓഫീസ് ആൻഡ് മാനുഫാക്ചറിങ് സൈറ്റിന്റെ മേലെയാണ് നമ്മൾ സെക്യൂരിറ്റി കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് റീപേയ്മെന്റ് 30th ജൂണിലാണ്. 3,50,000 ആണ് 30th ജൂണിൽ പേ ചെയ്യേണ്ടത്. എന്താ ഇഷ്യൂ?
വിത്തിൻ ദ നെക്സ്റ്റ് ഇയർ നമ്മൾ എത്ര പേ ചെയ്യണം? 3,50,000 ആസ് പാർട്ട് ഓഫ് ദി ലോൺ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യാനായിട്ടുണ്ട്. ലോൺ ക്യാപിറ്റൽ എമൗണ്ട് റീപേ ചെയ്യാനായിട്ടുണ്ട്. അവിടെ ആ റീപേയ്മെന്റ് നടത്തുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പോസിബിൾ ആണോ? അല്ല. കാരണം കമ്പനിക്ക് ക്യാഷ് ബാലൻസ് എത്രയുള്ളത്? 150,000 ആണ് ഉള്ളത്. ആൻഡ് സപ്പോസ് എങ്ങാനും കമ്പനി ഈ ഒരു ക്യാഷ് പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതായത് ഹോൾ എമൗണ്ട് റീപേയ്മെന്റ് അല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താ അവര് സെക്യൂർ ആയിട്ട് ഹെഡ് ഓഫീസും മാനുഫാക്ചറിംഗ് സൈറ്റുമാണ്. അത് രണ്ടും ആ ബാങ്ക് എന്ത് ചെയ്യും? സീസ് ചെയ്യും. കമ്പനിയുടെ ഹെഡ് ഓഫീസും മാനുഫാക്ചറിംഗ് സൈറ്റും സീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പിന്നെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദേ വോണ്ട് ബി ഏബിൾ ടു കണ്ടിന്യൂ വിത്ത് ദെയർ ഓപ്പറേഷൻസ് ബിക്കോസ് ഹെഡ് ഓഫീസ് ഇല്ലാതെ അവർ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് നടത്താൻ പറ്റില്ല. മാനുഫാക്ചറിംഗ് സൈറ്റ് ഇല്ലാതെ പ്രൊഡക്ഷൻ പ്രോസസ്സും ചെയ്യാൻ പറ്റില്ല. സോ ഓട്ടോമാറ്റിക്കലി കമ്പനി എന്താവും? ഗോയിങ് കൺസേൺ സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം അത് അൺസർട്ടനിറ്റി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, ഓൺവേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത് ട്രേഡ് പേബിൾസ് റിലേറ്റ് ചെയ്താണ് അവർ പറഞ്ഞേക്കുന്നത്. എന്താ? ലോണിന്റെ ഫെസിലിറ്റി അവർ റീനെഗോഷിയേറ്റ് ചെയ്തു. കൊക്കോ ബീൻസ് എന്ന് പറയുന്ന സപ്ലയർക്ക് പേയ്മെന്റ് 50 days കൊടുത്തുകൊണ്ടിരുന്ന 80 days ആക്കി മാറ്റി. അവിടെ എന്തായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക? സപ്ലയർ ഡിസാറ്റിസ്ഫൈഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ശരിയല്ലേ? കാരണം നേരത്തെ 2.5 months കൊടുത്തുകൊണ്ടിരുന്ന പേയ്മെന്റ് ഇപ്പം ഓൾമോസ്റ്റ് ഈക്വലന്റ് ടു 3 months നമ്മൾ കൊടുക്കുന്നത്. അല്ല സോറി, നേരത്തെ അറൌണ്ട് 1.5 months കൊടുത്തുകൊണ്ടിരുന്ന പേയ്മെന്റ് ഇപ്പം 3 months അടുത്തടുത്താണ് കൊടുക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ദേ ക്യാൻ ബി ചാൻസസ് ആൻഡ് സപ്ലയർ ഡിസാറ്റിസ്ഫൈഡ് ആവും. കൊക്കോ ബീൻസ് സപ്ലയർ ഡിസാറ്റിസ്ഫൈഡ് ആയ എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുക? ചോക്ലേറ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. അവരുടെ മേജർ പ്രൊഡക്റ്റ് ആണ്, സോറി റോ മെറ്റീരിയൽ ആണ്. അവർ സപ്ലൈ ചെയ്യാണ്ടായി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അവർക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും. സോ ഓട്ടോമാറ്റിക്കലി അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനാണ് ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും they will not be able to sustain in the future if the supplier is unwilling to deliver the products on credit. അപ്പൊ ഇതാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായോ? ഓക്കെ, സെയിം ഇസ് ലൈക്ക് ദിസ്. നമുക്ക് ബാക്കി രണ്ട് കേസിനും പറയാം. ഇനി ഇവിടെ നമ്മളോട് രണ്ടാമത് ചോദിച്ചേക്കുന്നത്, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ഈ ഓരോ ഗോയിങ് കൺസേൺ മാറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയർ നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞ എന്തായിരുന്നു? കമ്പനിയുടെ ക്യാഷ് ഫ്ലോസ് നെഗറ്റീവ് ആണ്. ഫ്യൂച്ചറിൽ കമ്പനിക്ക് ഇൻ കേസ് എങ്ങാനും വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, കമ്പനി ഗോയിങ് കൺസേൺ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യും എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അവിടെ നിങ്ങൾക്ക് എന്തായിരിക്കും ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്യാൻ പറ്റുക? Exactly. അതായത് we can review the board minutes, അല്ലേ? Review the board minutes in order to understand whether the board of directors are making any further plans or strategies for expanding their business areas, in order to understand whether they will be able to generate revenue from other sources. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഓൾട്ടർനേറ്റീവിൽ വേറൊരു ഓപ്ഷൻ ചെയ്യാം. വേറെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? Discuss with the management whether they are planning to diversify into any other industries in order to generate cash flows during the period of recession. Clear ആയോ? ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? കണ്ടിൻ സ്കൈ കമ്പനിയുടെ ലോണുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളതായിരുന്നു. അവർ ആ സെക്യൂരിറ്റി കൊടുത്തു, അത് നമ്മൾ സീസ് ആവാൻ ചാൻസ് ഉണ്ട്, ഇവന്മാർ എടുത്തുകൊണ്ട് പോകും, ഇവന്മാർ ലോൺ കോവനൻസ് മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല, അതൊക്കെ പറയും. അവിടെ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? Review the loan agreements in order to understand എന്തൊക്കെയായിരിക്കും? The amount borrowed, the repayment terms, the securities offered, and the conditions under which the securities offered will be seized by the bank for the non-payment of the loan. Okay. അല്ലെങ്കിൽ നമുക്ക് അവിടെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? Correspondence between bank. ഇവര് എന്തെങ്കിലും ഓൾറെഡി കോവനൻസ് പരിപാടി ബ്രീച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമുക്ക് എന്ത് ചെയ്യാം? കറസ്പോണ്ടൻസ് നോക്കാം, അല്ലെ? അപ്പൊ നമുക്ക് എന്താ പറയാം? റിവ്യൂ ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ company and the bank in order to understand whether the company have breached any of the covenants or any other conditions in relation to the loan taken out. ഇനി അടുത്ത നമ്മൾ പറഞ്ഞു ആ കണ്ടിൻ സ്കൈ കമ്പനിയുടെ സപ്ലയർക്ക് ഇവർ കൊടുക്കാനുള്ള പൈസ കൊടുക്കുന്ന എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞു സപ്ലയർ ഡിസാറ്റിസ്ഫൈഡ് ആവും എന്നാണ് നമ്മൾ പറഞ്ഞത്. അവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ആരോടായിരിക്കും? സപ്ലയറിനോട് തന്നെ ചോദിക്കാം. അവിടെ നിങ്ങൾക്ക് എന്ത് പറയാം? ഒബ്റ്റൈൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഫ്രം ദ സപ്ലയർ in order to understand whether the credit facility offered are actually being extended from the supplier end or by the company itself. അല്ലാന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് പറയാം? അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് you can review the correspondence between the Kandin Sky company and the supplier in order to understand whether the supplier is dissatisfied due to the extension of the payment term from 50 days to 80 days. Clear ആയോ? Yes sir. Okay. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ
AA പഠിച്ചാൽ അല്ലെങ്കിൽ കാണാതെ പഠിച്ചു വെച്ചേക്കുന്ന ഗോയിങ് കൺസേൺ മാറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രൊസീജിയർ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുമോ? ഇല്ല, കാരണം അവിടെ 6 മാർക്കിന് എത്ര എഴുതേണ്ടി വരും? 1 മാർക്ക് ഈച്ച് ഫോർ ഈച്ച് പ്രൊസീജിയർ. എല്ലാ കേസിലും 1 മാർക്ക് ആയിരിക്കും. അഡീഷണൽ ഇൻഫർമേഷൻ, ദെൻ ഓഡിറ്റ് എവിഡൻസ്, ഓഡിറ്റ് പ്രൊസീജിയർ, PFIയുടെ പ്രൊസീജിയർ, KPയുടെ പ്രൊസീജിയർ, എല്ലാ പ്രൊസീജിയറിനും 1 മാർക്ക് ഫോർ 1 പോയിന്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്ത കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോയിന്റ്സ് എഴുതുക. മനസ്സിലായോ? ഓൾറെഡി ഡയറക്ട്ലി നിങ്ങൾക്ക് ഇവിടെ തന്നെ 4 ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ആ ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. മനസ്സിലായോ? ഇപ്പം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ 4th വൺ നോക്കി, കണ്ടിജന്റ് ലയബിലിറ്റി ഉണ്ട് 120 million ഉണ്ടായി. അവിടെ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താ? Contingent liability relate to letter of support which Kandinsky company have provided to main supplier of cane sugar, which is facing difficulty trading condition. അവർ പറഞ്ഞു അവർക്ക് ഒരു contingent liability ഉണ്ട് 120 million. അത് 120,000 അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് പറഞ്ഞു? കെയിൻ ഷുഗറിന്റെ സപ്ലയറിന് അവരുടെ കാര്യങ്ങൾ നടത്താൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി ആയതുകൊണ്ട് അവർക്ക് ലെറ്റർ ഓഫ് സപ്പോർട്ട് കൊടുത്താണ്. അവരെ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണോ ഇവരിപ്പോ നിൽക്കുന്നത്? കാരണം ഇവർക്കേ ക്യാഷ് ഫ്ലോ ഇല്ല, ഇവർക്കേ ആരുടെയും സപ്പോർട്ട് വേണം. അപ്പൊ ഇവര് പുറമെ ആർക്കോ സപ്പോർട്ട് കൊടുക്കാന്ന് പറയുന്നു. അപ്പൊ എങ്ങാനും ആ സപ്പോർട്ട് കൊടുക്കേണ്ടി വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് അത് മീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, വേറെ ഇവർക്കൊന്നും മീറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും. ശരിയല്ലേ? കാരണം ഇവരുടെ കയ്യിൽ ആകെ മൊത്തം പൈസ ഇരിക്കുന്നത് എത്രയാണ്? 150 ആണ്. ഔട്ട് ഓഫ് വിച്ച് ആണ് ഇവർ എത്ര എടുത്ത് തല വെച്ചേക്കുന്നത്? 120 എടുത്ത് വെച്ചേക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി എങ്ങാനും 120 കൊടുക്കേണ്ടി വന്നാൽ ബാക്കി 30 ഉണ്ടാവുള്ളൂ ഇവരുടെ എല്ലാ ക്യാഷ് ഫ്ലോ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് നമ്മൾ പറഞ്ഞു ഓൾറെഡി അവർക്കുള്ള പൈസ വെച്ചിട്ട് അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതിന് പുറമെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കമ്പനി വിൽ നെവർ ബി ഏബിൾ ടു സസ്റ്റെയിൻ ഇൻ ദെയർ നിയർ ഫ്യൂച്ചർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അവിടെ ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവും എന്ന് പറയാം. അവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഓഡിറ്റ് പ്രൊസീജിയർ എന്തായിരിക്കും? ലെറ്റർ ഓഫ് കംഫർട്ടിന്റെ കോപ്പി. Yeah, simple as that. നമുക്ക് എന്ത് പറയാം? Obtain the copy of letter of support in order to understand the conditions or terms under which the payments have to be provided to the supplier of cane sugar. Clear ആയോ? ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക ഗോയിങ് കൺസേൺ മാറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്തതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇവിടെ 120,000 ആണോന്ന് എഗ്രി ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത് വേണേലും പറയാം. അതായത് നമ്മുടെ ഏതാണ് പർപ്പസ്, ആ പർപ്പസ് പറയാം. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഏതൊക്കെ പറഞ്ഞു? മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെന്റ് പറഞ്ഞു, ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ദി എൻഗേജ് പറഞ്ഞു, KPIയുടെ കാര്യം പറഞ്ഞു, ഗോയിങ് കൺസേണിന്റെ കാര്യം പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പക്കാ? ഓക്കെ. ഇനി മക്കളെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചൊരു ഏരിയ ആയിരുന്നു, നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞൊരു ഏരിയ ആയിരുന്നു, ദ ഏരിയ റിലേറ്റിംഗ് ടു ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോളിന്റെ ഏരിയനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചപ്പോൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചുപോയി. അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ടൈപ്പ് ഓഫ് എവിഡൻസുകൾ എന്തൊക്കെ ഒബ്ടൈൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ നോളജ് എല്ലാം കൂടി ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് ദ ഏരിയ ഓഫ് ക്വാളിറ്റി കൺട്രോൾ. സോ ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയ ഓഫ് ക്വാളിറ്റി കൺട്രോൾ, അവിടെ മെയിൻലി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നത് അല്ലേ? എന്തൊക്കെയായിരുന്നു മക്കളെ നമ്മൾ പറഞ്ഞത്? ഫാക്ടേഴ്സ് നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞത്? ISA ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കണം. അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ടാണോ വർക്ക് ചെയ്യിപ്പിച്ചേക്കുന്നത്? ടൈം പ്രിസേർഡ് ആണോ? ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്തത് അപ്രോപ്രിയേറ്റ് ആണോ? ഓഡിറ്റ് പ്ലാൻ പ്രകാരമാണോ ചെയ്തേക്കുന്നത്? പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണോ? എക്സ്പ്ലെയിനിങ് ഫർദർ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് പ്രകാരം ISA പ്രകാരം നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ISA പ്രകാരം നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചിട്ടുള്ള ഫാക്ടേഴ്സ്, ഈ ഫാക്ടേഴ്സ് ഒക്കെ ക്വസ്റ്റ്യൻ്റെ അകത്ത് അതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സോ വെനെവർ വി പെർഫോം ആൻ ഓഡിറ്റ് വർക്ക്, നമ്മൾ ആദ്യം മെറ്റീരിയാലിറ്റി സെറ്റ് ചെയ്യും. ഗോയിങ് ഫർദർ മെറ്റീരിയാലിറ്റി ഷുഡ് ബി റിവൈസ്ഡ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ക്ലിയർലി അവർ പറഞ്ഞിട്ടുണ്ടാവും. The company have set the audit firm have set a materiality at the planning stage, and the senior have informed that the whole audit should use the same materiality level, and they haven't revised it further. എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? As per ISA 320, materiality in planning and performing an audit material should be reviewed throughout the audit and revised whenever necessary. However, the audit team have not revised the materiality level. Therefore, there can be chances that the materiality maintained might be inappropriate, due to which they might not have obtained sufficient appropriate evidence in several cases, so which might result in inappropriate opinion being expressed on the company's financial statements. ഇതായിരിക്കും നമ്മൾ പറയുക. ക്ലിയർ ആയോ?
സെയിം as that. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റിട്ടേൺ റെപ്രസെന്റേഷൻ നമുക്ക് ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വി ക്യാൻ യൂസ് ഇറ്റ് as only as a support to other audit evidence. റിട്ടേൺ റെപ്രസെന്റേഷൻ നമുക്ക് ഒരിക്കലും സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ പറയാണ്, ഓഡിറ്റർ ഹാവ് സെൻഡ് external confirmation to confirm the level of inventory balance held with the third party warehouse, within the third party warehouse. However, they haven't responded to the request raised from the auditor's end. Therefore, the audit seniors have informed junior that the audit should be concluded immediately by taking a written representation from the management to confirm the year-end inventory balance. They have also confirmed that they have obtained sufficient appropriate audit evidence. Obtain ചെയ്തു അവര്? ഇല്ല. നിങ്ങൾ പറയാം, written representation can never be considered as a sufficient appropriate audit evidence. It can only be used as a support to the other audit evidences. Therefore, the auditor should obtain additional evidence in relation to the inventory balance. Then only it should be concluded that they have obtained sufficient evidences. ഇങ്ങനെയായിരിക്കും നമ്മൾ പറയാ ISA ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. ക്ലിയർ ആയോ? അടുത്ത നിങ്ങൾ നോക്കുക, അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ട് തന്നെയാണ് വർക്ക് ചെയ്യിപ്പിച്ചേക്കുന്നത്. നമുക്കറിയാം, നോർമലി ചില വർക്കുകൾ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ആണെങ്കിൽ സീനിയേഴ്സിന് മാത്രമേ വർക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ജൂനിയേഴ്സ് ആ വർക്ക് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കണം, അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ടാണ് ഇവർ വർക്ക് ഓരോന്നും പെർഫോം ചെയ്യിച്ചേക്കുന്നത്. ദെൻ ടൈം പ്രഷർ ആണെന്ന് നോക്കുക. വർക്ക് ടൈം പ്രഷർ ആണെങ്കിൽ ഉണ്ടാവുന്ന പ്രോബ്ലം എന്തായിരിക്കും? We will not be able to obtain sufficient appropriate evidence in short span of time. അതുകൊണ്ട് തന്നെ ടൈം പ്രഷർ ആണെന്ന് നോക്കുക. ക്ലിയർ ആയോ? ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ നോക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈപ്പ് ഓഫ് എവിഡൻസ് ഏതൊക്കെയായിരുന്നു? റിട്ടൺ വേഴ്സസ് ഓറൽ, പിന്നെയോ ഒറിജിനൽ വേഴ്സസ് ഫോട്ടോ കോപ്പീസ്, പിന്നെ ഇന്റേണൽ വേഴ്സസ് നമ്മൾ ഫസ്റ്റ് ഒന്ന് നല്ലത് എക്സ്റ്റേണൽ വേഴ്സസ് ഇന്റേണൽ, പിന്നെ ഏതായിരുന്നു? എവിഡൻസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഓഡിറ്റർ വേഴ്സസ് പ്രൊവൈഡ് ബൈ ദ ക്ലയന്റ്. ഇതായിരുന്നു നമ്മൾ പറഞ്ഞത്. ഈ ഓരോ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യുക. റിട്ടൺ ആണോ, ഓറൽ ആണോ, ഒറിജിനൽ ആണോ, ഫോട്ടോ കോപ്പി ആണോ, എക്സ്റ്റേണൽ ആണോ, ഇന്റേണൽ ആണോ, ഓഡിറ്റർ ഒബ്റ്റൈൻ ചെയ്താണോ, ക്ലയന്റ് തന്നാണോ, ഇതായിരിക്കും എപ്പോഴും റിലയബിൾ. അപ്പൊ ആ റിലയബിൾ ആയിട്ടുള്ളത് തന്നെയാണ് എടുത്തേക്കുന്നത് നോക്കുക. ഇതിന് പുറമെ ഞാൻ പ്രോപ്പർലി നിങ്ങളെ കഴിഞ്ഞ ദിവസം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിപ്പിച്ചു. അവിടെ ഞാൻ പറഞ്ഞു തന്നാണ്, ഓരോ പ്രൊസീജിയറും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവർ ചെയ്തേക്കുന്ന പ്രൊസീജിയർ കറക്റ്റ് ആണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഒരു പർട്ടിക്കുലർ കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അസേഷൻ ഏതാ? P&L ആണോ, SOP യിലാണോ? അങ്ങനെയാണെങ്കിൽ ആ അസേഷൻ കൺഫേം ചെയ്യാനായിട്ടുള്ള എല്ലാ പ്രൊസീജിയറും ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവർ ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് അല്ല, അത് കൺസിഡർ ചെയ്യാൻ പറയാ. ക്ലിയർ ആയോ? ഇനി ഓഡിറ്റ് പ്ലാൻ പ്രകാരം തന്നെയാണ് പെർഫോം ചെയ്തേക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓഡിറ്റ് ചിലപ്പോൾ അവർ കൺട്രോൾ അപ്രോച്ചിലായിരിക്കും പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും, പിന്നീട് ഓഡിറ്റ് ചെയ്തപ്പോൾ ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ് കണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ അപ്രോച്ചിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. They should change the plan to full substantive approach. അങ്ങനെ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇനി അവർ ഫുൾ സബ്സ്റ്റാൻറ്റീവ് അപ്രോച്ചിലാണ് ഓഡിറ്റ് ചെയ്തത്. അങ്ങനെ ചെയ്തു വന്നപ്പം ഇന്റേണൽ കൺട്രോൾ വീക്കാന്ന് മനസ്സിലായി, എന്നിട്ട് ഒരു കൺട്രോൾ അപ്രോച്ചിലേക്ക് മാറ്റി. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. They should follow the plan in that case. അപ്പൊ അക്കോർഡിംഗ്ലി നിങ്ങൾ പറയാ. മനസ്സിലായോ? ഓഡിറ്റ് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണോ നോക്കുക. എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സീനിയർ ലെവൽ സ്റ്റാഫ് റിവ്യൂസ് ആയിരിക്കണം നടത്തുന്നത്. സെയിം ലെവൽ ഓഫ് സ്റ്റാഫ് റിവ്യൂ ചെയ്യാൻ പാടില്ല. അങ്ങനെ അപ്രോപ്രിയറ്റ്ലി റിവ്യൂഡ് ആണോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഓരോ ക്വാളിറ്റി കൺട്രോളിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഒന്ന് പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു കൺസിഡർ ചെയ്യേണ്ടത്? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിംഗ് ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കുക. അപ്രോപ്രിയറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ടാണ് വർക്ക് പെർഫോം ചെയ്തേക്കുന്നത്. പിന്നെ ടൈം പ്രഷർ ആണോ, ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്തേക്കുന്നത് അപ്രോപ്രിയേറ്റ് ആണോ, ഓഡിറ്റ് പ്ലാൻ പ്രകാരം തന്നെയാണ് പെർഫോം ചെയ്തേക്കുന്നത്, പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺഫേം ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, ഇവിടെ നിങ്ങളോട് ചോദിച്ചേക്ക് നോക്കിയേ, ഇവാലുവേറ്റ് ദ ക്വാളിറ്റി മാനേജ്മെന്റ്, ethical and other professional matters arising in respect of planning and performing the audit of retriever group. നമ്മളോട് ചോദിക്കുകയാണ്, ക്വാളിറ്റി മാനേജ്മെന്റ്, എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് ഉള്ളത് ഈ റിട്രീവർ ഗ്രൂപ്പിന്റെ ഓഡിറ്റ് പ്ലാൻ ചെയ്തതും പെർഫോം ചെയ്തതുമായിട്ട് റിലേറ്റ് ചെയ്ത്. മക്കളൊരു കാര്യം ചെയ്തേ,
എല്ലാവരും ഫോർ ദ ടൈമിംഗ് ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചു നോക്കി. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ക്വാളിറ്റി കൺട്രോൾ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ. ഇവിടം വരെ വായിച്ചാൽ മതി, എവറിത്തിങ് വരെ സ്റ്റാർട്ട് ചെയ്തു. Answer. All right. നോക്കി എല്ലാവരും. The audit has been quite time pressure. Audit manager told the juniors not to perform some of the planned audit procedures on items such as directors' emoluments and share capital, as they considered to be low risk. He also instructed us not to use the firm's statistical sampling method in selecting trade receivables for testing, as it would be quicker to pick the sample based on our own judgment. Two of the juniors were given the task of auditing payables and going concern. The audit manager asked us to review each other's work, as it would be good training for us, and he did not have time to review everything. എന്തൊക്കെ ഇഷ്യൂസ് ഉള്ള ഇവിടെ? Time pressure. ഫസ്റ്റ് ഓഫ് ഓൾ ഓഡിറ്റ് ടൈം പ്രഷേർഡ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളോട് എക്സാമിനറും പറഞ്ഞേക്കുന്നതാണ്, there are no defined methods to explain this area. Pick the points. എന്താണ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്താണ് അവിടെയുള്ള കൺട്രോൾ ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്യുക, ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ എന്താ പറയേണ്ടത്? ഓഡിറ്റ് ഈസ് ക്വൈറ്റ് ടൈം പ്രഷേർഡ്. നിങ്ങൾ പറയാ, ഇൻ കേസ് ഇഫ് ദി ഓഡിറ്റ് ഈസ് ക്വൈറ്റ് ടൈം പ്രഷേർഡ്, ഓഡിറ്റർക്ക് എന്തുണ്ടാവില്ല? സഫീഷ്യന്റ് ടൈം ഉണ്ടാവില്ല ആഡിക്വേറ്റ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്യാനായിട്ട്. സോ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും. സഫീഷ്യന്റ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും ഫോം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് ടൈം പ്രഷേർഡ് ആയതുകൊണ്ട് പ്രോപ്പർ എവിഡൻസ് ഉണ്ടാവില്ല എന്ന് പറയാം. ക്ലിയർ ആയോ? അത് എലാബറേറ്റ് ചെയ്ത് പറയാം. അടുത്തെന്താ പ്രോബ്ലം? ഡയറക്ടേഴ്സ് ഇൻവോൾവ്മെന്റ്സ് ലോ റിസ്ക് ആണെന്ന് പറഞ്ഞു. ഡയറക്ടേഴ്സ് ഇൻവോൾവ്മെന്റ്സും ഷെയർ ക്യാപിറ്റലും ഒക്കെ ലോ റിസ്ക് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. എസ്പെഷ്യലി ഇതിപ്പോ ഒരു ലിസ്റ്റഡ് എൻറ്റിറ്റി വല്ലതും ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതൊരു ലിസ്റ്റഡ് എൻറ്റിറ്റിയും കൂടിയാണ്. ഒരു ലിസ്റ്റഡ് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് ഒരു ലോ റിസ്ക് എലമെന്റ് ആണോ? അല്ല. റിസ്ക് ലിസ്റ്റഡ് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ലിസ്റ്റഡ് കമ്പനീനെ സംബന്ധിച്ച് ഷെയർ പ്രൈസും കാര്യങ്ങളും എല്ലാം അവരുടെ എന്തായിരിക്കും? വൊളാറ്റൈൽ ആയിരിക്കും. അവര് മിക്കപ്പോഴും ഷെയർ ഇഷ്യൂ നടത്താനും ചാൻസ് ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ഷെയറിന്റെ അകത്ത് വരുന്ന മൂവ്മെന്റ്സ് ഒക്കെ അപ്രോപ്രിയറ്റ്ലി റെക്കോർഡ് ചെയ്യണം, ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ പ്രോപ്പർലി കൊടുക്കണം. സോ ഇറ്റ്സ് എ ഹൈ റിസ്ക് ഏരിയ. ഇൻ അഡീഷൻ ടു വിച്ച് ഡയറക്ടേഴ്സ് ഇൻവോൾവ്മെന്റ്സ് എന്ന് പറയുന്ന ലോ റിസ്ക് ഏരിയ ആണോ? No, it's a related party transaction. Therefore, we have to treat it as a high risk area. പക്ഷെ അവർ ലോ റിസ്ക് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവരോട് പെർഫോം ചെയ്യാൻ പറയുന്നത് ജൂനിയേഴ്സിനോട്. ഇറ്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ്. ഇനി വേറെന്താ ഉള്ള പ്രോബ്ലം? സാമ്പിളിംഗ് മെത്തേഡ്. സാമ്പിളിംഗ് മെത്തേഡ് അവരോട് പറഞ്ഞേക്കുന്നത് എന്താ? സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് മെത്തേഡ്സ് ഒന്നും ഫോളോ ചെയ്യണ്ട, അത് ടൈം കൺസ്യൂമിംഗ് ആണ്, അതുകൊണ്ട് അവരുടെ ഓൺ ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ പിക്ക് ചെയ്താൽ മതി എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സാമ്പിളിംഗിന്റെ അകത്ത് പഠിച്ചിട്ടുള്ളതാണ്, ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ ടു use statistical sampling method, as every population have got equal chance of selection. ഇവര് നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലാണ് സാമ്പിളിംഗ് നടത്തുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. എസ്പെഷ്യലി ജൂനിയേഴ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ജഡ്ജ്മെന്റ്സ് പ്രോപ്പർലി എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അവർ പ്രോപ്പർ ജഡ്ജ്മെന്റ്സ് എടുത്തില്ലെങ്കിൽ സാമ്പിൾസ് തെറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എഫ് എസ് എന്താവും? എഫ് എസ് മേലെ കൊടുക്കുന്ന ഒപ്പീനിയനും മിസ്റ്റേറ്റഡ് ആവും. പിന്നെ വേറെന്താ പ്രോബ്ലം? ഗോയിങ് കൺസേൺ ഏരിയ ജൂനിയേഴ്സ് ആണ് ഓഡിറ്റ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് അവിടെ എന്താ പറയാൻ പറ്റുക? ഗോയിങ് കൺസേൺ എന്ന് പറയുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അസംഷൻ ആണ് ഗോയിങ് കൺസേൺ റിലേറ്റഡ് അസംഷൻ. അങ്ങനെയുള്ള ഗോയിങ് കൺസേൺ റിലേറ്റഡ് ആയിട്ടുള്ള അസംഷൻസ് ജൂനിയേഴ്സിനോട് ഓഡിറ്റ് പെർഫോം ചെയ്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഗോയിങ് കൺസേൺ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന അൺസർട്ടനിറ്റീസിനെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാനുള്ള നോളജ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അത്രയും ഹൈ റിസ്ക് ഏരിയ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദേ വോണ്ട് ബി ഏബിൾ ടു ക്യാരി ഔട്ട് ദ ഓഡിറ്റ് പ്രോപ്പർലി. പിന്നെ ഫൈനലി എന്താ പറയുന്നത്? അവരോട് പറയുന്നുണ്ട് അവരുടെ ഈച്ച് അതർ വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് നോക്കിക്കോളാൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരിയാവോ? കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, എപ്പോഴും ഒരു സീനിയർ റിവ്യൂ വേണം നടത്താൻ. അല്ലാണ്ട് റിവ്യൂ നടത്തുന്നത് എങ്ങനെയായിരിക്കരുത്? ഇറ്റ് ഷുഡ് നോട്ട് ബി എ സെയിം ലെവൽ സ്റ്റാഫ് റിവ്യൂ. കാരണം സെയിം ലെവൽ സ്റ്റാഫാണ് റിവ്യൂ നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്തായിരിക്കും?
they will not be able to identify the mistakes that might have occurred while performing the audit. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കാൻ പോകുന്ന പ്രോബ്ലം എന്തായിരിക്കും? എന്തൊക്കെയാണ് മിസ്റ്റേക്സ് ഉണ്ടായിരിക്കുന്ന വർക്കിൻ്റെ അകത്ത് അത് ഓൺ ടൈം ബേസിസിൽ കറക്റ്റീവായിട്ട് ആക്ഷൻ എടുത്തിട്ട് ഉണ്ടാവില്ല. സോ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. ദിസ് ഈസ് ഹൗ വി നീഡ് ടു എക്സ്പ്ലെയിൻ ദ ക്വാളിറ്റി കൺട്രോൾ ഇഷ്യൂസ്. ക്ലിയർ ആയോ? Yes, sir. പക്ക മനസ്സിലായ എല്ലാവർക്കും? Yes, sir. ഓക്കെ. Yes, sir. അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് ആ ക്വാളിറ്റി കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൻ്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. ഇനി ഡ്യൂ ഡെലിജൻസ് എന്തായിരുന്നു മക്കളെ? ഡ്യൂ ഡെലിജൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ്സ്? എന്തായിരുന്നു ഡ്യൂ ഡെലിജൻസിന്റെ സമയത്ത് നമ്മൾ നോക്കുന്നുണ്ടാവുക? ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ മെയിൻലി വി വിൽ ബി ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ whether an investment made by the company will be worth it. അല്ലേ? ഒരു കമ്പനി നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് worth it ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന എൻഗേജ്മെന്റിനെയാണ് ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടാവുക. അപ്പം ഓരോ ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റും നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് സ്പെസിഫിക്കലി പറഞ്ഞു, നിങ്ങൾ ഏത് പെർസ്പെക്റ്റീവ് വേണം തിങ്ക് ചെയ്യാൻ? യു ഷുഡ് ഓൾവേസ് തിങ്ക് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എ ബയർ. നിങ്ങൾ ഒരു കമ്പനീനെ വാങ്ങാൻ പോയി നിൽക്കുന്ന ആളാണെന്നുള്ള രീതി തിങ്ക് ചെയ്യുക, എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ചീറ്റ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. അവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നത് വൈ ഈച്ച് മാറ്റർ റിക്വയർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. എന്തുകൊണ്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടത് ആസ് പാർട്ട് ഓഫ് ദി ഡ്യൂ ഡെലിജൻസ് റിവ്യൂ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഒരു കാര്യത്തെക്കുറിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ഡെലിജൻസ് റിവ്യൂ എന്ന് പറയുന്നതിന്റെ നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് വേർത്ത് ആവുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നമ്മളോട് സിനാരിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടാവും എന്താണ് പർപ്പസ് ഓഫ് അക്വിസിഷൻ എന്ന്. ഈ കമ്പനി എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അക്വിസിഷൻ നടത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പർപ്പസ് ഓഫ് അക്വിസിഷൻ എന്താണോ അത് മീറ്റ് ചെയ്യുമോ എന്ന് അറിയാനായിട്ടായിരിക്കും നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ടാവുക. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഇവര് നമ്മളെ വിളിച്ച് ഈ ഒരു എൻഗേജ്മെന്റ് ചെയ്യിക്കുന്ന എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ആ എൻഗേജ്മെന്റിന്റെ പർപ്പസ് എന്താണോ അത് അച്ചീവ് ചെയ്യാനും പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. അപ്പൊ അതാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായോ? ഇസ് എ ക്ലിയർ എവരിവൺ? യാ. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഈ ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റിന്റെ കേസിൽ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്തോന്ന് വേഗം വായിച്ചു നോക്കി. നമ്മളോട് പറഞ്ഞു L&Co എന്ന് പറയുന്ന കമ്പനി ഒരു ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ഡ്യൂ ഡെലിജൻസ് റിവ്യൂ സീബ്ര കമ്പനിയുടെ പെർഫോം ചെയ്യാനായിട്ട് നമ്മളെ വിളിച്ചേക്കാണ്. ആൻഡ് ഇവരുടെ ടാർഗറ്റ് കമ്പനി എന്ന് പറയുന്നത് ചീറ്റ കമ്പനിയാണ്. ഇവർക്ക് ഈ ഒരു അക്വിസിഷൻ വഴി കുറെ സിനർജി ബെനിഫിറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ ഇവർക്ക് അവരുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് അക്വിസിഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഡ്യൂ ഡെലിജൻസ് റിവ്യൂവിന്റെ ഭാഗമായിട്ട് നമ്മളോട് പറയാണ്, നമ്മൾ സീബ്ര കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റി ഒക്കെ വാല്യൂ ചെയ്യണം. അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫോർകാസ്റ്റും അനലൈസ് ചെയ്യണം. കാരണം ഇതിന്റെ ബേസിസിലാണ് അപ്രോപ്രിയേറ്റ് പർച്ചേസ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യം എന്തൊക്കെയാ? നമ്മൾ എന്തൊക്കെ നോക്കണം? കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റിയും നോക്കണം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫോർകാസ്റ്റ് നോക്കണം. ഇതിന്റെ ബേസിസിലാണ് സീബ്ര കമ്പനിയുടെ പർച്ചേസ് കൺസിഡറേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം നടത്താൻ പോകുന്ന ഇവാലുവേഷന്റെ ബേസിസിലാണ് സീബ്ര കമ്പനിയുടെ പർച്ചേസ് പ്രൈസ് തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഡ്യൂ ഡിലിജൻസ് റിവ്യൂ നടത്തി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ പർച്ചേസ് പ്രൈസിന് എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ക്ലിയർ ആയോ? യാ. നമ്മളോട് അവിടെ പറഞ്ഞേക്കുന്നത് എന്താ? While reviewing the correspondence with customers in relation to the outstanding receivables, one of the team found a letter from the large retailer for which Zebra company produces number of unique products, providing advance notice that they are not renewing their purchase agreement when the current one expires. The customer advised that they are switching to a new entrant to the market who is substantially cheaper than Zebra company. A brief analysis identified that customer provides on an average almost 5% of the Zebra company's annual revenue. നമ്മളോട് പറയാണ് സീബ്ര കമ്പനി, ആ സീബ്ര കമ്പനി എന്ന് പറയുന്ന കമ്പനി ഒരു ലാർജ് റീറ്റെയിലർ ഉണ്ട്. അവരുടെ ആ മേജർ പ്രൊഡക്ട്സ് അവർ ഈ കുറച്ച് ഫ്യൂ കസ്റ്റമേഴ്സിനാണ് സെല് ചെയ്യുന്നത്, യൂണിക് പ്രൊഡക്ട്സ് ആണ് സെല് ചെയ്യുന്നത്. അതിലൊരു കസ്റ്റമർ അവരുടെ എഗ്രിമെന്റ് റിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അവിടെ എന്താ റീസൺ എന്ന് പറഞ്ഞേക്കുന്നത്? അവർ പുതിയ ന്യൂ എൻട്രന്റ് ആയിട്ടുള്ള ഒരു സപ്ലയറിലേക്ക് മാറുകയാണ്. അവർ ചീപ്പർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് സീബ്ര കമ്പനിനെക്കാളും കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഓൾമോസ്റ്റ് 5% റവന്യൂ തരുന്ന കസ്റ്റമർ ആണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് നമുക്ക് തന്നേക്കുന്ന സിനാരിയോ.
അപ്പൊ ഈ സിനാരിയോയ്ക്കകത്ത് നിങ്ങൾ നോക്കുക, പർച്ചേസ് പ്രൈസിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ഓരോന്നും പിക്ക് ചെയ്യുക. അത് വെച്ച് പ്രൈസ് ബാർഗെയിനിങ് ടൂളായിട്ട് യൂസ് ചെയ്യണം എന്ന് പറയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത്. അപ്പൊ നമുക്ക് എന്തൊക്കെയായിരിക്കും ഇവിടെ പറയാൻ പറ്റുക? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാം, സീബ്ര കമ്പനിയുടെ മേജർ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു കസ്റ്റമർ 5% റവന്യൂ തന്നുകൊണ്ടിരുന്ന ഒരു കസ്റ്റമറാണ് കമ്പനി ലെഫ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. കാരണം എന്താ? ബിക്കോസ് കമ്പനിയുടെ 5% ഓഫ് റവന്യൂ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ പ്രോഫിറ്റ് ഫോർകാസ്റ്റിൻ്റെ അകത്തും അതിൻ്റെതായ റിഡക്ഷൻ വരും. സോ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഫോർകാസ്റ്റും അതേപോലെ തന്നെ ബഡ്ജറ്റും കൂടെ നോക്കിയിട്ടായിരിക്കും പർച്ചേസ് കൺസിഡറേഷൻ ഡിറ്റർമൈൻ ചെയ്യുക. സോ നമ്മളപ്പോൾ എത്രയാണോ റിഡക്ഷൻ ഇൻ റവന്യൂ വന്ന് അതിനോട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് പർച്ചേസ് കൺസിഡറേഷനും റെഡ്യൂസ് ചെയ്യണം. സോ അത് നമുക്കൊരു ബാർഗൈനിങ് ടൂളായിട്ട് യൂസ് ചെയ്യാമെന്ന് പറയാം. വീണ്ടും ഫർദർ നമുക്ക് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? ഈ പർട്ടിക്കുലർ കസ്റ്റമർ പോയത് ചീപ്പസ്റ്റ് സപ്ലയർ ആണ് ഇപ്പൊ പുതിയതായിട്ട് മാർക്കറ്റിൽ പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ്. സോ ഇനിയും വേറെ കസ്റ്റമേഴ്സും നമ്മുടെ കമ്പനി ലീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു അൺസർട്ടേണിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആ അൺസർട്ടേണിറ്റി നിൽക്കുന്നതുകൊണ്ട് എത്ര എക്സ്പെക്ടഡ് റവന്യൂ നമുക്ക് ആക്ച്വലി ജനറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അറിയില്ല. സോ അതും നമുക്കൊരു ബാർഗൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്ന് പറയാം. സോ നമുക്ക് അതിനും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം. പിന്നെ നിങ്ങൾക്ക് പറയാം, ഇവര് ബെസ്പോക്ക് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ ഈ കസ്റ്റമേഴ്സ് പോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് മാനുഫാക്ചർ ചെയ്ത് വെച്ചേക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ടാവും, അതിന്റെ വാല്യൂ ഇംപെയർഡ് ആവും. സെയിം as that അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അസറ്റ്സ് ഉണ്ടെങ്കിൽ അതും ഇംപെയർഡ് ആവും. സോ അതും നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. കാരണം അതിൻ്റെ അകത്തും വാല്യൂ റിഡക്ഷൻ എത്രയാണോ വന്നേക്കുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദാറ്റ് പർച്ചേസ് കൺസിഡറേഷൻ റെഡ്യൂസ് ചെയ്യണം. അതുകൊണ്ട് റിഡക്ഷൻ ഇൻ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യണം. സോ ഇതിന് വേണ്ടിയിട്ടായിരിക്കും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടത്. അപ്പം എന്തുകൊണ്ടാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയായിരിക്കും റീസൺ പറയുക. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ പറഞ്ഞ സിനർജി ബെനിഫിറ്റ്സിനെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടും എടുത്ത് മെൻഷൻ ചെയ്യാം ബൈ ലുക്കിംഗ് അറ്റ് ദ ഫർദർ സിനാരിയോ. ക്ലിയർ ആയോ? ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, മെയിൻലി നിങ്ങൾക്ക് ഡ്യൂ ഡിലിജൻസിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ അതല്ല. നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? ജേക്കബ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങളോട് ചോദിക്കും, ഡ്യൂ ഡിലിജൻസ് റിവ്യൂ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ് വേണ്ടത്, ആ അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടതിന്റെ പർപ്പസ് എന്താണെന്നും കൂടെ പറയും. അപ്പം ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് സിനാരിയോനെ ബേസ് ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? എല്ലാവരും ക്വിക്ലി ഒരു കാര്യം ചെയ്തേ, ഈ ഒരു പർട്ടിക്കുലർ പാരഗ്രാഫ്, ഈ 2 പാരഗ്രാഫ് ഒന്ന് വേഗം വായിച്ചു നോക്കി. ഈ ജേക്കബ് കമ്പനിയുടെ ഈ ഒരു പാരഗ്രാഫും ഈ ഒരു പാരഗ്രാഫും കൂടി വേഗം വായിക്കണേ. ഓക്കെ, സോ ഇവിടെ പറഞ്ഞേക്കുന്ന നോക്കിയേ, നമ്മളോട് പറഞ്ഞു ജേക്കബ് കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ഫേമിന്റെ ഒരു ഓഡിറ്റ് ക്ലയന്റ് ആണ്. ആൻഡ് ഈ കമ്പനി ലാർജ് പ്രൈവറ്റ്ലി ഓൺഡ് കമ്പനിയാണ്. അവർക്ക് അവർ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിന് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് സർവീസ് ആണ് ചെയ്തു കൊടുക്കുന്നത്. അവർക്ക് പക്ഷേ എന്ത് സർവീസ് ഇല്ലാഞ്ഞത്? സ്വിമ്മിംഗ് പൂൾ ആൻഡ് ഹോട്ട് ടബിന്റെ സർവീസ് ഇല്ലായിരുന്നു. അപ്പോൾ ആ സർവീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ജേക്കബ് എന്ന് പറയുന്ന കമ്പനീനെ അക്വിസിഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു. സോ നമ്മളോട് പറഞ്ഞേക്കാണ്, ലോക്കി കമ്പനിയെ അക്വിസിഷൻ നടത്തുന്നത് ജേക്കബ് കമ്പനി. നമ്മളോട് ഇനി ലോക്കി കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞേക്കാണ്. നിങ്ങളാണ് ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെന്റ് നടത്താൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് വേണ്ട ഇൻഫർമേഷൻ, അതിന്റെ പർപ്പസ് എന്താണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പൊ അവിടെ എടുക്കേണ്ട പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഞാനാണ് സെല്ലറായ ഞാൻ നിങ്ങൾക്ക് എന്റെ കമ്പനിയെ കുറിച്ച് പറഞ്ഞു തരുവാണ്.
നിങ്ങളപ്പോൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നും എന്നോട് പറയണം. സോ ഞാൻ ഇങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത് ഇൻഫർമേഷനെ കുറിച്ച്. ലോക്കി കമ്പനി ഒരു ഓണർ മാനേജ്ഡ് ബിസിനസ് ആണ് നമ്മുടെ കമ്പനി. നമ്മുടെ 5 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 3 പേരും നമ്മുടെ ഫൗണ്ടേഴ്സ് തന്നെയാണ്. കറന്റ് നമ്മുടെ കമ്പനി ഉള്ളത് നമ്മുടെ തന്നെ ഒരു എസ്റ്റേറ്റ് ബിൽഡിങ്ങിലാണ്. നമ്മുടെ ഫാമിലിയുടെ ഓണർഷിപ്പിലാണ് ബിൽഡിംഗ്. നമ്മൾ പുതിയൊരു പ്ലോട്ട് വാങ്ങിയിട്ടുണ്ട്. ആ പ്ലോട്ട് ആണ് നമ്മളൊരു പുതിയ ബിൽഡിംഗ് പണിയാൻ തീരുമാനിച്ചേക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ഇയേഴ്സ് 3 years ആയിട്ട് നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിൻലി ഗ്രോ ചെയ്യാനായിട്ട് ഒരു ബാങ്ക് ലോൺ ആണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വിന്റർ സീസണിൽ ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു സമയം നോർമലി ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് മുന്നോട്ട് കൊണ്ടുപോകാറ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ പറയണം ഇനി നിങ്ങൾക്ക് എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ് വേണ്ടത്, അതിന്റെ റീസൺ എന്താണെന്നുള്ളത്. എന്തൊക്കെയായിരിക്കും മക്കളെ നിങ്ങൾക്ക് വേണ്ട അഡീഷണൽ ഇൻഫർമേഷൻ? എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നത് എന്തായിരിക്കും? ഓണർ മാനേജ്ഡ് ബിസിനസ് ആണ്. 3 out of 5 ബോർഡ് മെമ്പേഴ്സും 5 out of 3 ബോർഡ് മെമ്പേഴ്സ് 3 out of 5 ബോർഡ് മെമ്പേഴ്സ് നമ്മുടെ കമ്പനിയുടെ തന്നെ അകത്തുള്ളവര് ഫാമിലി മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് എന്തായിരിക്കും ചോദിക്കാൻ പറ്റുക? ഈ ഡയറക്ടേഴ്സിന്റെ സർവീസ് കോൺട്രാക്ട്സ് ചോദിക്കാം. കാരണം എന്തായിരിക്കും? ഈ ഡയറക്ടേഴ്സ് അക്വിസിഷന് ശേഷം പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങൾക്ക് ബിസിനസ് നടത്താൻ പറ്റാണ്ട് വരും. ശരിയല്ലേ? കാരണം നിങ്ങൾക്ക് ഓൾറെഡി ബിസിനസിനെ കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഈ കമ്പനി തന്നെ വാങ്ങുന്നത്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കൺസിഡർ ചെയ്യണം. പിന്നെ എന്തായിരിക്കും ചോദിക്കാൻ പറ്റുക? കറന്റ് ഉള്ള കമ്പനിയുടെ ഹെഡ് ഓഫീസ് ബിൽഡിങ്ങിനെ കുറിച്ച് ചോദിക്കാം. ശരിയല്ലേ? കാരണം ഫാമിലി എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞ് അക്വിസിഷൻ നടന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ബിൽഡിംഗ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യാൻ പറയാം. കാരണം എന്തായിരിക്കും? കാരണം നിങ്ങൾ അക്വിസിഷൻ നടത്തിയതിനു ശേഷം പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ബിൽഡിംഗ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഓപ്പറേഷൻസ് ഒന്നും നിങ്ങൾക്ക് പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയ ഹെഡ് ഓഫീസ് പണിത് കഴിയുന്നതോടെ വരെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഇനി ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ദ ന്യൂ പ്ലോട്ട് ഓഫ് ലാൻഡ് ചോദിക്കാം. കാരണം എന്തായിരിക്കും? കാരണം നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ അക്വിസിഷന് ശേഷം കമ്പനിയുടെ പേര് വാങ്ങിച്ച പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അക്വിസിഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് അത് കിട്ടേണ്ടതാണ്. അപ്പം ആ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഏത് ലൊക്കേഷനിലാണ്, അതിന്റെ സൈസ് എത്രയാണ്, പ്രൈസ് ഓഫ് പർച്ചേസ് എത്രയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാമെന്ന് പറയാം. ഇനി അവരതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ യു കൻ ആസ്ക് ദ ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ദ ബാങ്ക് ലോൺ. കാരണം എന്തായിരിക്കും? അക്വിസിഷന് ശേഷം യു ഗൈസ് മൈ നീഡ് ടു റീപേ ദ എമൗണ്ട് ഓഫ് ലോൺ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് ഒക്കെ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എത്രയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് ലോൺ എടുത്തേക്കുന്നത്, എന്തെങ്കിലും അസറ്റ്സ് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടോ, കോമിനൻസ് എന്തൊക്കെയാണ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം എന്ന് പറയാം. ദെൻ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി റിലേറ്റഡ് ഡീറ്റെയിൽസ് വേണം. അതെന്തിനായിരിക്കും? ബിക്കോസ് യു വിൽ ഓൾസോ ഫേസ് ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഡ്യൂറിംഗ് ദ വിന്റർ മന്ത്സ് ആസ് ദ ബിസിനസ് വിൽ ബി ലോ ഡ്യൂറിംഗ് ദോസ് മന്ത്സ്. അപ്പം അവിടെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കിട്ടുമോ, ഓവർ ഡ്രാഫ്റ്റിന്റെ എമൗണ്ട് എത്രയാണ്, അവിടെ കോമിനൻസ് എന്തൊക്കെയാണ്, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കിട്ടിയില്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ഫണ്ട് എങ്ങനെയായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം എന്ന് പറയാം. ഇങ്ങനെയായിരിക്കും നിങ്ങൾ പറയാ നിങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷൻ എന്തൊക്കെ വേണം, അതിനെന്താണ് റീസൺ എന്നുള്ളത്. ക്ലിയർ ആയോ സർ? പിന്നെ ഞാൻ റെക്കോർഡർ കേട്ടെ, അപ്പൊ ഞാൻ വേറെ പോയിന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് ഡിസ്കസ് വിത്ത് ദ ഓണേഴ്സ് ദ റീസൺസ് ഫോർ ബൈയിങ് എ ന്യൂ പീസ് ഓഫ് ലാൻഡ്. കാരണം അവർക്ക് ഓൾറെഡി ഒരു പ്രസ്റ്റീജിയസ് ബിൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വേണ്ടത് എക്സ്പെർട്ടീസ് ഇൻ ബാത്ത് ടബ് അങ്ങനത്തെ അല്ല, അതുമായിട്ട് ആക്ച്വലി വലിയ ബന്ധമില്ലാത്തൊരു പർച്ചേസ് ആണല്ലോ. അപ്പൊ നമ്മൾ വാങ്ങാൻ പോകുന്ന കൊണ്ട് മാത്രം ലൈക് നമ്മുടെ പർച്ചേസ് പ്രൈസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അവര് ചെയ്ത വല്ല കാര്യം അല്ലല്ല, അവരത് ക്ലിയർ ആയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതായത് അവരുടെ കറന്റ്ലി ഉള്ള ഓഫീസ് എന്ന് പറയുന്നത് അവരുടെ ഫാമിലി എസ്റ്റേറ്റിൽ അവരുടെ അവരുടെ എന്താ പറയാ, അവരുടെ കുടുംബത്തിന്റെ പേര് കിടക്കുന്ന സ്ഥലത്താണ് അവരുടെ ബിൽഡിങ്, അവരുടെ ഫാമിലി ബിൽഡിങ്. ആ ഫാമിലി ബിൽഡിങ്ങിന്റെ അകത്ത് തന്നെയാണ് ഓഫീസ്. അത് മാറ്റി അവരുടെ ആ പർട്ടിക്കുലർ കമ്പനിയുടെ തന്നെ ഒരു ഹെഡ് ഓഫീസ് പണിയാൻ വേണ്ടിയിട്ട് ഒരു പുതിയ പീസ് ഓഫ് ലാൻഡ് വാങ്ങിയെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പം ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ലാൻഡ് തന്നെ ചോദിച്ചാൽ മതി. അവിടെ നമ്മൾ പർപ്പസ് ഓഫ് ലാൻഡ് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അത് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ അതിൻ്റെ തന്നെ കൺസിഡർ ചെയ്ത് പറഞ്ഞു പോയാൽ മതി. മനസ്സിലായോ? ഓക്കെ. അതല്ല, അവരുടെ ഗോൾ എന്ന് പറയുന്നത് ആ സ്വിമ്മിംഗ് പൂൾ ആൻഡ് ഹോട്ട് ടബ്സിലെ എക്സ്പെർട്ടീസ് നേടുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതായിട്ട് റിലേറ്റ് ചെയ്യാത്തൊരു കാര്യം എക്സ്ട്രാ നമുക്ക് കോസ്റ്റ് വരും. ഇപ്പം അതിന്റെ കോസ്റ്റ് ഭയങ്കര ഹൈ ആണെങ്കിൽ അത് അവരുടെ അസറ്റിനെ കൂട്ടുമല്ലോ, ഇൻ കേസ് അത് കമ്പനിക്ക് വേണ്ടി മേടിച്ചാണെങ്കിൽ. നമുക്ക് അങ്ങനെ പറയുമ്പോൾ പറയാം. ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ, അവർക്ക് ഇരിക്കാനായിട്ട് ഒരു ഓഫീസ് വേണ്ട കമ്പനിയുള്ള ആൾക്കാർക്ക്. അത് വേണം. അവരിപ്പം ഇത്രയും നാളും ഇരുന്നോണ്ടിരുന്ന അവരുടെ ഫാമിലി കൊണ്ട് ബിൽഡിംഗിൽ തന്നെയായിരുന്നു ഇരുന്നോണ്ടിരുന്നത്. ഇപ്പം അവരെന്ത് ചെയ്തു, ഒരു പുതിയ സ്ഥലം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടത്തില്ല അല്ലേ? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, പ്രസ്റ്റീജിയസ് ബിൽഡിംഗ് നമുക്ക് കുറച്ചാണ് കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ഇവർ കമ്പനിയുടെ പേരിൽ തന്നെയാണ് ഇത് വാങ്ങിച്ചേക്കുന്നത്, അക്വിസിഷന് ശേഷം നമുക്കത് കിട്ടുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്.
മനസ്സിലായോ? അതറിയാനാണ് നമ്മൾ ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ദ ലാൻഡ് ചോദിക്കുക. ഓക്കെ, ഇനി നോക്കി, നമ്മളപ്പോ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അപ്പം വെൻ യു റിക്വസ്റ്റ് ഫോർ ദ അഡീഷണൽ ഇൻഫർമേഷൻ, ഇതുപോലെയുള്ള കാര്യങ്ങൾ സിനാരിയോ പിക്ക് ചെയ്യുക. ആൻഡ് നമ്മൾ ക്ലാസ് വെച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിന് പുറമെ നമുക്ക് അഡീഷണൽ ഫാക്ടേഴ്സ് കോമൺ ആയിട്ടുള്ള കുറെ ചോദിക്കാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ബോർഡ് സ്ട്രക്ചർ ചോദിക്കാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ചോദിക്കാം. അതിന് വേണ്ടിയിട്ടാ നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറിലാണ് ഈ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഓപ്പറേഷൻ സ്റ്റൈല് അവർക്ക് ഈ ഓർഗനൈസേഷൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. അതേപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ഓഡിറ്റഡ് ഫിനാൻഷ്യൽസ് ചോദിക്കാം. ആക്ച്വൽ റവന്യൂവും ക്യാഷ് ഫ്ലോസ് ഈ കമ്പനിക്ക് എത്രയാണെന്ന് അറിയാൻ. മാനേജ്മെന്റ് അക്കൗണ്ട്സ് പ്രയർ ഇയേഴ്സിൽ ചോദിക്കാം. ബഡ്ജറ്റും ആക്ച്വലും തമ്മിൽ എത്ര വേരിയേഷൻ വന്നു എന്നറിയാൻ. അതുപോലെ തന്നെ കറന്റ് ഇയർ മോസ്റ്റ് റീസെന്റ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് ചോദിക്കാം. അതുപോലെ തന്നെ ബഡ്ജറ്റ് ആൻഡ് ഫോർകാസ്റ്റ് ചോദിക്കാം. ഫ്യൂച്ചറിൽ ഇവർ എത്രയാണ് ക്യാഷ് ഫ്ലോസും റവന്യൂ ഈ കമ്പനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ. ഇതൊക്കെ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് അഡീഷണലി പറയാം. ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെയായിരുന്നു? പ്രയർ ഇയർ ഫിനാൻഷ്യൽസ്, ദെൻ ഫോർകാസ്റ്റഡ് ആൻഡ് ബഡ്ജറ്റഡ് ഫിനാൻഷ്യൽസ്, മാനേജ്മെന്റ് അക്കൗണ്ട്സ്, പ്രയർ ഇയർ മാനേജ്മെന്റ് അക്കൗണ്ട്സ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇതെല്ലാത്തിനും കോമൺ ആയിട്ടും ചോദിക്കാം. അപ്പൊ ഇത് പറയുമ്പോഴും അതിനുള്ള റീസൺ എന്താണെന്നുള്ള ഓരോന്നിനും പറയണം കേട്ടോ. പ്രയർ ഇയർ FS എന്തിനായിരിക്കും? ആക്ച്വൽ FS ചോദിക്കുന്നത് എത്രയാണ് ആക്ച്വൽ റവന്യൂ എന്ന് അറിയാൻ. അപ്പൊ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോവാ. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ഡ്യൂ ഡിലിജൻസിന്റെ ആൻസേഴ്സ് മെയിൻലി ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ മക്കളെ എല്ലാവർക്കും? ഇനി നമ്മൾ PFIയുടെ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് പഠിച്ചിരുന്നു. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ ആണ് PFI, അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയാം. PFIയുടെ കേസിൽ നമ്മൾ പറഞ്ഞു ജനറൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്, P&Lന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ പൊസിഷന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. PFI എന്ന് പറയുമ്പോൾ നിങ്ങളോട് മെയിൻലി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പം ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള സിനാരിയോ തരും. ആ സിനാരിയോനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു FS തന്നിട്ടുണ്ടാവും. ആൻഡ് നിങ്ങളോട് പറയും ഈ കമ്പനിയുടെ ഈ തന്നേക്കുന്ന ഫോർകാസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടത്. അതായത് ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് ഈ തന്നേക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ഫോർകാസ്റ്റ് P&L-ആയിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും PFIയുടെ. സോ PFIയുടെ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നോർമലി ഒരു ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്ന എവിഡൻസ് പോലെ PFIയുടെ കേസിൽ എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. PFIയുടെ കേസിൽ മെയിൻലി അങ്ങനെ എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ എന്താ? ബിക്കോസ് ഓഡിറ്റ് നിങ്ങൾ ചെയ്യുന്ന ഹിസ്റ്റോറിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേലെയാണ്. സോ ഓൾറെഡി സംഭവിച്ചേക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവിടെ ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടാവും. പക്ഷെ PFI എന്ന് പറയുമ്പോഴത്തേനും ഓൾറെഡി സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? അല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ്, ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന ഡേറ്റയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ PFIയുടെ കേസ് നമുക്ക് അവിടെ സഫീഷ്യന്റ് എവിഡൻസ് കിട്ടില്ല. അപ്പൊ നിങ്ങൾ അവിടെ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട എന്തിനായിരിക്കണം? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്, കമ്പാരിസൺസിലും ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റിലും, അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിലുള്ള ഫിനാൻഷ്യൽസിന്റെ അകത്ത് തന്നെ P&L SOFP ആയിട്ടും P&L ക്യാഷ് ഫ്ലോസും ആയിട്ടും ഒക്കെയുള്ള കമ്പാരിസണിലും ആയിരിക്കണം ഫോക്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ PFIയുടെ കേസിലുള്ള ജനറൽ പ്രൊസീജിയേഴ്സ് നമ്മൾ പറഞ്ഞത് പറയാം. ഫോർകാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പല തരത്തിലുള്ള പോയിന്റ്സ് പഠിച്ചിരുന്നു. Analytical procedures followed by discussion in the management on trend in revenue, which is forecasted to increase or decrease as compared with the prior year. Discuss the reason for anticipated increase or decrease in revenue with the management to understand if the increase or decrease is due to significant factors. ഇതൊക്കെ ഡയറക്ട്ലി എഴുതുന്നതാണെന്നാണോ ഞാൻ പറഞ്ഞത്? അല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫോർകാസ്റ്റഡ് P&L നമുക്ക് തന്നിട്ടുണ്ടാവും, അല്ലെ ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ടാവും. ഏതാണോ തന്നേക്കുന്നത് അതിൻ്റെ അകത്ത് എന്താണോ സംഭവിച്ചേക്കുന്നത് എന്നുള്ളത് നോക്കുക. ഇൻ അക്കോർഡൻസ് വിത്ത് ദാറ്റ് മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പൊ റവന്യൂ കൂടി, അപ്പൊ നിങ്ങൾ എത്ര പെർസെന്റേജ് ആണ് ഇൻക്രീസ് ഇൻ റവന്യൂ എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് എഴുതണം? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഫോളോഡ് ബൈ ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് ഓൺ ട്രെൻഡ് ഇൻ റവന്യൂ വിച്ച് ഇസ് ഫോർകാസ്റ്റഡ് ടു ഇൻക്രീസ് ബൈ 20% as compared with the prior year. Discuss the reason for anticipated decrease in the amount of revenue by anticipated decrease in revenue by 20% as compared with the previous year, with the management to understand if the decrease is due to any significant factors. റവന്യൂ കുറയുവാണ് ചെയ്തേക്കുന്നെങ്കിൽ അങ്ങനെ എഴുതുക. അതുപോലെ തന്നെ ഇപ്പം ഫിനാൻസ് കോസ്റ്റിന് എമൗണ്ട് കൂടി, കമ്പനി പുതിയൊരു ലോൺ എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഒബ്റ്റൈൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫിനാൻസ് കോസ്റ്റ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദ ഫിനാൻസ് കോസ്റ്റ് ഇൻ റിലേഷൻ ടു ദ new bank loan have been included in the statement of profit or loss. Obtain the breakdown of operating expenses in order to confirm whether all the elements of the operating expenses have been included appropriately and to confirm whether any amounts have been omitted.
അങ്ങനെ എന്താണോ നിങ്ങൾക്ക് കൺഫേം ചെയ്യേണ്ടത് അത് അക്കോർഡിംഗ് ടു ദ സിനാരിയോ പറയുക. അപ്പോൾ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. PFID എഴുതുമ്പോൾ ഇൻ കേസ് എങ്ങാനും ഫോർകാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L ചോദിക്കുന്നതെങ്കിൽ ജനറൽ പോയിന്റ്സ് പ്ലസ് P&L പോയിന്റ്സ് എഴുതുക. ഫോർകാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് SOFP ആണ് ചോദിക്കുന്നതെങ്കിൽ SOFP പോയിന്റ്സ് പ്ലസ് ജനറൽ പോയിന്റ്സ് എഴുതുക. അപ്പൊ ഇൻ അക്കോർഡൻസ് വിത്ത് സിനാരിയോ വേണം അത് എഴുതി പോകാൻ. ക്ലിയർ ആയോ? അപ്പം PFID ക്വസ്റ്റ്യൻസ് മെയിൻലി ചെയ്യണേ. വോട്ടേഴ്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹോക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഇല്ലായിരുന്നോ? ആ ഹോക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാം. കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഡയറക്ട്ലി നിങ്ങൾ സിനാരിയോ വെച്ച് മാച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് അക്കോർഡിംഗ്ലി എഴുതാൻ ശ്രമിക്കുക. ഇനി നമ്മൾ മണി ലോണ്ടറിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ പഠിച്ചിരുന്നു. എന്തായിരുന്നു മക്കളെ മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഐ മീൻ ബൈ മണി ലോണ്ടറിങ്? നമ്മുടെ ഇല്ലീഗൽ സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഇല്ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്ന് ഏൺ ചെയ്ത ഫണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്ന് ഏൺ ചെയ്ത ഫണ്ടാക്കി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? മണി ലോണ്ടറിങ് എന്ന് വിളിക്കുക. നമ്മൾ പറഞ്ഞു അവിടെ 3 സ്റ്റേജസ് ആണ് മെയിൻലി മണി ലോണ്ടറിംഗിന്റെ അകത്തുള്ളത്. ഏതൊക്കെയായിരുന്നു? പ്ലേസ്മെന്റ്, ലെയറിംഗ്, ഇന്റഗ്രേഷൻ. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ്സ് എ ഇനീഷ്യൽ ഡിസ്പോസൽ ഓഫ് ഇല്ലെജിറ്റിമേറ്റ് ഫണ്ട് ഇൻ ടു എ ലെജിറ്റിമേറ്റ് ബിസിനസ് ആക്ടിവിറ്റി. ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഫണ്ട് ഒരു ലെജിറ്റിമേറ്റ് ബിസിനസ്സിലേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് എന്ന് വിളിക്കുക? പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം പ്ലേസ് ടു പ്ലേസ് ഓർ ബിസിനസ് ടു കൺസീൽ ദ ഒറിജിനൽ സോഴ്സ്. നമ്മുടെ ഫണ്ടിന്റെ ഒറിജിനൽ സോഴ്സ് കൺസീൽ ചെയ്യാൻ മണി പ്ലേസ് ടു പ്ലേസ് അല്ലെങ്കിൽ ബിസിനസ് ടു ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരുന്നു ലെയറിംഗ്. ഫൈനലി നമ്മുടെ ഫണ്ട് ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്നുള്ള ഫണ്ട് പോലെ അപ്പിയർ ചെയ്യുന്നതിനാണെന്ന് വിളിക്കുക? ഇന്റഗ്രേഷൻ എന്ന് വിളിക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഓഡിറ്ററായി നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന മെയിൻ 2 ഒഫൻസുകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് ഫെയിലിയർ ടു റിപ്പോർട്ടും, 2 ടിപ്പിംഗ് ഓഫും. ടിപ്പിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, ക്ലയന്റ് പെർഫോം ചെയ്യുന്ന ഒരു ആക്ടിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് തന്നെ അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ടിപ്പിംഗ് ഓഫ് ഉണ്ടാവും. കാരണം നമ്മൾ അത് ഒഫൻസ് ചെയ്തതായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് അവിടെ എപ്പോഴും എടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? whenever we see anything suspicious to money laundering, we should report it to the money laundering reporting officer. ഇനി നമ്മൾ പറഞ്ഞൊരു ആന്റി മണി ലോണ്ടറിംഗ് പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചെയ്യേണ്ടത്? മണി ലോണ്ടറിംഗ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ് റിസ്ക് അസസ്മെന്റ് നടത്തണം. പോളിസീസും സിസ്റ്റവും പ്രൊസീജിയേഴ്സും എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യണം. കസ്റ്റമർ ഡ്യൂ ഡിലിജൻസും എൻഹാൻസ് ഡ്യൂ ഡിലിജൻസും സിംപ്ലിഫൈഡ് ഡ്യൂ ഡിലിജൻസ് റെക്കോർഡ്സും കീപ്പ് ചെയ്യണം. എൻഹാൻസ് റെക്കോർഡ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവണം. പഠിച്ചല്ലായിരുന്നു മക്കളെ? ഇനി മണി ലോണ്ടറിംഗിന്റെ റിപ്പോർട്ടിംഗ് എങ്ങനെയാണെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? മണി ലോണ്ടറിംഗ് റിലേറ്റഡ് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ആദ്യം ആരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടത്? MLROയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. MLRO എന്ത് ചെയ്യുക? മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യണം. MLRO അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക? ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ നാഷണൽ ക്രൈം ഏജൻസിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞ റിപ്പോർട്ടിൽ സസ്പെക്ടഡ് നെയിമും അഡ്രൻസും, റെഫറൻസ്, നേച്ചർ ഓഫ് ആക്ടിവിറ്റീസ് ഗിവിംഗ് റൈസ് ടു സസ്പീഷ്യസ്, വേറെ റെലവെന്റ് ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യണം. ഓർമ്മയുണ്ടോ? ഇനി ഇതിനെ ബേസ് ചെയ്ത് തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അല്ലെ, ലാർക്കൻ കമ്പനി എന്ന് പറഞ്ഞിട്ട്. അതിന് ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ കണ്ട പോലെ തന്നെ നമ്മളോട് റിക്വയർമെന്റ് എന്തായിരിക്കും ചോദിക്കുക? ഇത്രയും ഉണ്ടാവുള്ളൂ റിക്വയർമെന്റ്സ്. ഡിസ്കസ് ദ ഇംപ്ലിക്കേഷൻ ഓഫ് സർക്കംസ്റ്റൻസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഓഡിറ്റ് സീനിയേഴ്സ് നോട്ട് ആൻഡ് നേച്ചർ ഓഫ് റിപ്പോർട്ടിംഗ്. അതായത് ഓഡിറ്റ് സീനിയർ നമുക്ക് തന്നേക്കുന്ന നോട്ടിന്റെ അകത്ത് എന്ത് തരത്തിലുള്ള ഇഷ്യൂ ആണെന്നുള്ളത് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. എന്ത് തരത്തിലുള്ള റിപ്പോർട്ടിംഗ് ആണ് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മളോട് പറയാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ മെയിൻലി എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. മണി ലോണ്ടറിംഗ് പോലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളവിടെ പ്രോപ്പർലി നിങ്ങൾ നോക്കണം മണി ലോണ്ടറിംഗ് പോലത്തെ ഉള്ള ഇഷ്യൂസ് ആക്ച്വലി സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു മണി ലോണ്ടറിംഗ് പോലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ മെയിൻലി ചെയ്യേണ്ടത് എന്താണ്? ആദ്യമേ നമ്മൾ നോക്കണം അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മണി ലോണ്ടറിംഗ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ടോ. മണി ലോണ്ടറിംഗിന്റെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയായിരിക്കും കാണാൻ നോക്കാൻ പറ്റുക? ക്യാഷ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആണ് നടന്നേക്കുന്നത് നോക്കുക. പിന്നെന്തായിരുന്നു? ഓണർ മാനേജ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആണോ അതെന്ന് നോക്കണം. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ടു പ്ലേസ് അല്ലെങ്കിൽ ബിസിനസ് ടു ബിസിനസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. പിന്നെ other than usual ആക്ടിവിറ്റി വേറെ എന്തെങ്കിലും ഫണ്ട് നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. പിന്നെ ഫൈനലി അത് ലെജിറ്റിമേറ്റ് ഫണ്ട് പോലെ അപ്പിയർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതെല്ലാം എന്തായിരിക്കും? മണി ലോണ്ടറിംഗ് ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു ഓഡിറ്റർ ഈ മണി ലോണ്ടറിംഗിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ക്ലയന്റിന്റെ അടുത്ത് പോയി ചോദ്യം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഓഡിറ്റർ എന്തെങ്കിലും ക്ലയന്റിനെ പോയി ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തായി മാറും? ടിപ്പിംഗ് ഓഫ് ആയി മാറും. അപ്പൊ ടിപ്പിംഗ് ഓഫ് റിലേറ്റഡ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കൺസിഡർ ചെയ്യാൻ പറയാം. ക്ലിയർ ആയോ?
Yes, sir. ഇനി അപ്പോൾ നമ്മൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു നിങ്ങൾ അത് എഴുതുന്ന സമയത്ത് എങ്ങനെ പ്രസന്റ് ചെയ്യേണ്ടതെന്ന്. ആദ്യമേ സിനാരിയോയിൽ നോക്കുക എന്താണ് സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന കേസ്. ഇപ്പം നിങ്ങളോട് പറയാണ് ഒരു 10 million ആയിരുന്നു കമ്പനിയുടെ റവന്യൂ, അതിൻ്റെ അകത്തേക്ക് 3 million ഒരു കമ്പനിയുടെ ഡയറക്ടർ അഡീഷണലി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തു. ആൻഡ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വേറൊരു കൺട്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ സിനാരിയോ പറയാം. എന്നിട്ട് നിങ്ങൾ പറയാം ദിസ് റെപ്രസെന്റ്സ് പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് മണി ലോണ്ടറിങ്. എന്താണ് മണി ലോണ്ടറിംഗ് എന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ പറയണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ കൊണ്ടുവന്ന് ബിസിനസ്സിലേക്കാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്. ഇറ്റ് ഷോസ് ദ പ്ലേസ്മെന്റ് സ്റ്റേജ്. എന്താണ് പ്ലേസ്മെന്റ് എന്ന് പറയാം. നെക്സ്റ്റ് അവർ ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് നിങ്ങൾ പറയുന്നതാണ് ലെയറിംഗ് സ്റ്റേജ്, ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം പ്ലേസ് ടു പ്ലേസ് ഓഫ് ബിസിനസ് ടു ബിസിനസ്. ആൻഡ് ഫൈനലി അത് റവന്യൂന്റെ കൂട്ടത്തിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽസിൽ അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്റഗ്രേഷൻ സ്റ്റേജ്. എന്താണ് ഇന്റഗ്രേഷൻ എന്ന് പറയാം. എന്ന് നിങ്ങൾ പറയണം അൺഫോർച്ചുനേറ്റ്ലി ഓഡിറ്റർ പോയി ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തു. സോ ഇറ്റ്സ് എ ടിപ്പിംഗ് ഓഫ്. എന്താണ് ടിപ്പിംഗ് ഓഫ് എന്ന് പറയാം. എന്താ റിലേറ്റഡ് സേഫ് ഗാർഡ് എന്ന് പറയാം. മണി ലോണ്ടറിംഗ് MLRO റിപ്പോർട്ടിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യം പറയാം. ഇതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു പ്രിപ്പയർ യുവർ പേപ്പർ AAA. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ AAAക്കകത്തുള്ളത്. ഇൻ അഡീഷൻ ടു വിച്ച് നമ്മൾ വേറെ ക്വസ്റ്റ്യൻസും ചെയ്തിരുന്നു റിലേറ്റിംഗ് ടു ദ ഫോറൻസിക് ഓഡിറ്റ് ആൻഡ് ഓൾ, വിച്ച് ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർ അതർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ആ ഏരിയാസും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് മെയിൻലി നമ്മൾ AAAക്കകത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ AAAയുടെ ടോപ്പിക്ക് മൊത്തം 3 സ്പ്ലിറ്റ് ചെയ്യുക. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ക്വസ്റ്റ്യൻ. ഇത് ആക്ച്വലി താഴെയാണ് വരുന്നത്. അതല്ലാണ്ട് ഈ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡിന്റെ ഈ ഏരിയയും ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ ഏരിയയും. സോ ഇറ്റ് ഈസ് പാർട്ട് എ, ഇറ്റ് ഈസ് പാർട്ട് ബി ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് സി. അങ്ങനെ കൺസിഡർ ചെയ്യുക. കാരണം ഇതൊരു 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഇതൊരു 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഇതൊരു 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ മൊത്തം 3 ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഇനി തൊട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈക്വലി പ്രാക്ടീസ് ചെയ്യുക. അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണ് റിപ്പോർട്ടിങ്ങിന്റെ അകത്താണ് വരുന്നത്. മാറ്റേഴ്സ് ടു ബി കൺസിഡറും ക്രിട്ടിക്കൽ അപ്രൈസലും കൂടെ കമ്പൈൻഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അപ്രൈസൽ ഇല്ലാതെ മാറ്റേഴ്സ് ടു ബി കൺസിഡർ മാത്രമായിട്ടായിരിക്കും വരിക. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡെയിലി ബേസിസിൽ ഒരു 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഫ്രം ഈച്ച് ഏരിയ ഓരോ 25 മാർക്സിന്റെ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്ത് പോവുക. എന്നും റെഗുലർ ആയിട്ട് ആ സെയിം പാറ്റേണിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ സെയിം പാറ്റേണിൽ തന്നെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈസിലി നിങ്ങൾക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരിക്കലും നിങ്ങൾ 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ തീർത്തിട്ട് 25ലേക്ക് പോകാന്നോർത്തിരിക്കരുത്, തീരൂല്ല. അപ്പൊ അത് കാരണം കൊണ്ട് 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിന്റെ കൂടെ തന്നെ 2 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് പോകണം. എങ്കിലേ ഓൺ ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ. ആൻഡ് ഇനി നമുക്ക് അപ്കമിങ് ഡേയ്സിൽ അതേപോലെ തന്നെ നമ്മുടെ റെഗുലർ ബാച്ചിന് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. സെയിം as that, അതായത് റെഗുലർ ആയിട്ട് തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടാവും. ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് മോക്ക് എക്സാംസ് ഉണ്ടാവും. മോക്ക് എക്സാമിന്റെ ഡേറ്റ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യും. മോക്ക് എക്സാമിന്റെ ഡിസ്കഷൻ ഉണ്ടാവും. മോക്ക് എക്സാംസിന്റെ ആൻസേഴ്സ് കറക്റ്റ് ചെയ്ത് തരുന്നുണ്ടാവും. പ്ലസ് നമുക്ക് കോമൺ ആയിട്ട് ഇനി ഒരു റിവിഷൻ സെഷനും കൂടി ഉണ്ടാവും. സോ ആ റിവിഷൻ സെഷൻ എന്ന് പറയുന്നത് വരുന്ന ഫ്രൈഡേ ആണ്. അതായത് 2 days prior to the exam ആണ് ഡിസ്കഷൻ വരുന്നത്. അന്ന് നമ്മൾ ചെയ്യുന്നുണ്ടാവുക എന്താണെന്ന് വെച്ചാൽ ഹോൾ നമ്മുടെ സിലബസിന്റെ ക്വിക്ക് ഡിസ്കഷൻ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളും പ്രൊഫഷണൽ മാർക്കായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളും ആയിരിക്കും പറയുന്നുണ്ടാവുക. സോ ആ കാര്യങ്ങളും കൂടെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് എല്ലാവരും വരണം. സോ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതി പഠിക്കുക. നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങളാണുള്ളത്. ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഓരോ ഏരിയയിൽ നിന്നും ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങൾ എത്ര വട്ടം ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചു പഠിച്ചാലും അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. 100 ക്വസ്റ്റ്യൻ ചെയ്താലും അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഓരോന്നും എഴുതി നോക്കുക. എങ്കിൽ മാത്രമേ ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലസ് വൺ മോർ തിങ്, നിങ്ങൾ ആദ്യമേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ഏരിയ സ്ട്രോങ് ആക്കുക. കാരണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇല്ലാതെ നിങ്ങൾ 1000 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പുതുതായിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അറിയില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവരുത്. അതുകൊണ്ട് എല്ലാവരും ഏറ്റവും പ്രോപ്പർ ആയിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന്റെ കാര്യം കൂടി പ്രോപ്പർലി നോക്കുക. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് പ്രോപ്പർലി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ കൺസിഡർ ചെയ്യുക. സോ എന്തൊക്കെ ഡൗട്ട്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്തുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. വിൽ ക്ലാരിഫൈ ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ. ആൻഡ് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതി പഠിക്കുക. നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എല്ലാവരും. ഓക്കെ, ക്ലിയർ ആയോ? Is that clear everyone? ഒരു എഡിറ്റബിൾ അയക്കാവോ? ഫുൾ എഴുതുമ്പോ ടൈം കുറെ പോകുന്നുണ്ട്. ലേറ്റസ്റ്റ് എഡിറ്റബിൾ അല്ല അയച്ചേക്കുന്നത്. അപ്പൊ സെലക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ലേറ്റസ്റ്റ് സ്കിറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ എഡിറ്റബിൾ ഇല്ല. നമുക്ക് എഡിറ്റബിൾ ആയിട്ട് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന കിറ്റില്ലേ, അത് പെർച്ചേസ്ഡ് വൺ ആണ്. അതായത് നമുക്ക് കപ്ലൈന്റെ സൈറ്റിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യുന്ന പെർച്ചേസ്ഡ് വൺ ആണ്. അപ്പൊ നമുക്കത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് നമുക്ക് പർച്ചേസ്ഡ് വൺ അല്ലല്ലോ എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അത് കാരണം കൊണ്ടാണ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. ഫൈൻ. അത് കുറെ ടൈം ആദ്യം തന്നെ പോകും. മനസ്സിലായി. അപ്പൊ ഇങ്ങനെ നമുക്കത് ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ, നമുക്ക് ഒന്നെങ്കിലും അത് പർച്ചേസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. നമുക്ക് കപ്ലാന്റെ സൈറ്റിൽ നിന്ന് ഡയറക്ട്ലി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ബട്ട് ഐ ബിലീവ് ഏതാണ്ട് 1900 2000 സംതിങ് ആവും കിറ്റിന് മാത്രം. സോ അങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആ കോപ്പി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ജസ്റ്റ് ഇമേജ് ഫോമാറ്റ് വരുന്ന കാരണം കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കറന്റ് ഷെയർ അയക്കുന്ന എല്ലാ കിറ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ. എക്സാമിന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ CB പ്ലാറ്റ്ഫോമിൽ വേണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഇനി സപ്പോസ് എങ്ങാനും CB പ്ലാറ്റ്ഫോമിൽ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും അതുകൊണ്ട് മാരകമായ ഒരു പ്രശ്നം ഉണ്ടാവാനില്ല. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ബിക്കോസ് നമുക്ക് AAA വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറെ കമ്പ്യൂട്ടേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ടൈപ്പിംഗ് മാത്രമേ ഉള്ളൂ. So if you want, you can definitely practice in the CB platform itself. So CB platformൽ questions ഉണ്ടല്ലോ. അപ്പോ അത് ചെയ്യണം. അത് നമ്മുടെ പാസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് ബെറ്റർ അതിപ്പോ ചെയ്യേണ്ട, പാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അതായത് നമ്മൾ മോക്ക് എക്സാമിന് ഇടാൻ പോകുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫൈൻ. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ എല്ലാവരും ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഐ മീൻ ടൈപ്പ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇത് CB പ്ലാറ്റ്ഫോമിലാണ് CB പ്ലാറ്റ്ഫോം, ബ്ലാങ്ക് പ്ലാറ്റ്ഫോംസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി, വർക്ക് സ്പേസ് എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വേർഡ് ഡോക്യുമെന്റിലാണ്, വേർഡിലാണെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ മതി. എനിവേ ടൈപ്പ് ചെയ്ത് തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഫൈൻ. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. അപ്പൊ എല്ലാവരും ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പഠിക്കുക. താങ്ക് യു.